الحمد لله ما عظمه معظم وسار إليه راغب متعلم وأشهد أن لا إله إلا الله وحده لا شريك له شهادة نبرأ به من شرك الإشراك فتوجب لنا النجاة من نار الهلاك وأشهد أن محمدا عبده ورسوله أرسله ربه بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فبلغ رسالته وأداها وأسلم أمانته وأبداها انتصبت بدعوته أظهر الحجج واندفعت ببيناته الشبهات واللجج فورثنا المحجة البيضاء والسنة الغراء لا يتيه فيها ملتمس ولا يرد عنها مقتبس صلى الله عليه وسلم وعلى آله وصحبه عدد من تعلم وعلم أما بعد ബഹുമാനമുള്ള സഹോദരങ്ങളെ വിദ്യാർത്ഥികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ലഅല്ലകും തഷ്കുറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നമ്മെ പുറത്തേക്ക് കൊണ്ടുവന്നത് ലാ തഅലമൂന ശൈആ, നമ്മൾക്ക് ഒന്നും അറിയാത്ത രീതിയിലാണ്. ഒന്നും നമ്മൾക്കറിയില്ല. നമുക്ക് ഒരു കാര്യവും ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വരുമ്പോൾ അറിയില്ല. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു, നമുക്ക് ജീവിക്കേണ്ട മാർഗം പറഞ്ഞു തന്നു. അതിൽ ഒന്നാമത്തെ ആയത്ത് എന്താണ്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. വായിക്കാൻ പഠിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞു. പഠിക്കുന്നവർക്കുള്ള മഹത്വവും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നു. ഇൽമിനുള്ള മഹത്വം, ഇൽമ പഠിക്കുക എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല. അല്ലാഹു പറയുന്നു, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും ഇൽമ പഠിക്കുന്നവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തും, അവർക്ക് ഉന്നതമായ പദവികൾ നൽകും. അതുപോലെ തന്നെ അല്ലാഹു പറഞ്ഞു, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നല്ല രീതിയിൽ ഭയപ്പെടാൻ സാധിക്കുക പഠിച്ചവർക്ക് മാത്രമാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, വഖുർ റബ്ബി സിദ്നി ഇൽമ. പ്രവാചകരെ, അല്ലാഹുവിനോട് കൂടുതൽ ഇൽമ തരാൻ താങ്കൾ ദുആ ചെയ്യുക. വേറെ ഒരു കാര്യവും അധികരിപ്പിച്ചു തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്യാൻ അല്ലാഹു പറഞ്ഞിട്ടില്ല, ഇല്ലൽ ഇൽം, ഇൽമല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ പറയുന്നു, എല്ലാ ദിവസവും ഫജ്റിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ. അല്ലാഹു എനിക്ക് ഉപകാരപ്രദമായ അറിവ് നൽകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാറുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇൽമ പഠിക്കുക എന്നുള്ളത്, ഇൽമിന്റെ മജാലിസുകൾ എന്നുള്ളത് നിസാരമായ കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും അറിവ് പഠിക്കുന്ന ഒരു മാർഗത്തിലേക്ക് പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള ഒരു മാർഗത്തിലേക്കാണ് അവൻ പ്രവേശിച്ചിരിക്കുന്നത്. ഈ ഹദീസ് നാം എല്ലാവരും കേട്ടവരാണ്. ഇവിടെ പലരും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വാക്കെന്താണ്? യൽതമിസു ഫീഹി ഇൽമ. ആ മാർഗത്തിൽ ഇൽമ ലംസ് ചെയ്യുന്നവർ. ലംസ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ എന്താണ് ലംസിന്റെ അർത്ഥം? അന്ധനായ വ്യക്തിയുടെ സ്പർശനത്തിനാണ് അറബിയിൽ ലംസ് എന്ന് പറയുക. അന്ധനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം അവൻ സ്പർശിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൽ ചെറിയൊരു ഭാഗം സ്പർശിച്ചേക്കാം, ബാക്കിയുള്ള അപ്പുറവും ഇപ്പുറമൊക്കെ ആയിരിക്കും അവന്റെ കൈ തട്ടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഒരു ബന്ധമാണുള്ളതെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്കുള്ള മാർഗം നൽകും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? ഇൽമ് എന്ന് പറയുന്നത്, അറിവിന്റെ സദസ്സ് എന്ന് പറയുന്നത് നിസാരമായ കാര്യമല്ല. പക്ഷേ സുബ്ഹാനല്ലാഹ്, ഇന്ന് പല ആൾക്കാരും അതിന്റെ ആദാബുകൾ കൈവിട്ടവരാണ്. ഇൽമിന്റെ മജ്ലിസിൽ എങ്ങനെയാണ് ഇരിക്കേണ്ടത്, ഇൽമിന്റെ മജ്ലിസുകൾ എങ്ങനെയായിരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ പലർക്കും അറിയില്ല. ഇൽമുമായി ബന്ധപ്പെട്ട് പലതും അറിയില്ല. ഞാൻ ആരെങ്കിലും കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ അല്ല. ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങൾ ചിന്തിക്കുക, എനിക്ക് ഉറപ്പാണ് നിങ്ങൾ പല ദർസുകളും കേട്ടവരാണ്. നമ്മുടെ നാട്ടിൽ പലതവണ വിശദീകരിക്കപ്പെട്ട അർബഊൻ നവവിയ്യ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല കിതാബുകളും നമ്മുടെ നാട്ടിൽ ഷർഹ് ചെയ്യപ്പെടുന്നുണ്ട്. ഉസൂലു സലാസ പഠിച്ചവരാണ്, ഖവാഇദുൽ അർബഅ പഠിച്ചവരാണ്. പക്ഷേ പലപ്പോഴും മജാലിസുകളിൽ ഇരുന്ന് കേൾക്കുന്ന ഇൽമു മാത്രമേ നമ്മൾക്കറിയൂ. അതിനപ്പുറം ഒരാൾ നമ്മോട് വന്നിട്ട് ഇസ്ലാമാണ് ഏറ്റവും മഹത്വമുള്ള മതം എന്ന് ചോദിച്ച് അതിന്റെ തെളിവ് ചോദിച്ചാൽ നമുക്ക് മറുപടിയില്ല. അർബഊൻ നവവിയ്യ പഠിച്ചവരാണ് എല്ലാവരും. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നൊരു ഹദീസ് അതിന്റെ അകത്തുണ്ട്. ആരെങ്കിലും അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അതിഥിയെ ബഹുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. എന്താണ് അതിഥി എന്ന് പറഞ്ഞാൽ?
ആരാണ് ശരീഅത്തിന്റെ ഭാഷയിൽ അതിഥി? ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിഥിയെ ബഹുമാനിക്കണം, അത് ഇസ്ലാമിന്റെ ഭാഗമാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറയുന്നു, അതിഥിയെ ബഹുമാനിക്കുക എന്നുള്ളത് വാജിബാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആരാണ് അതിഥി? ശരീഅത്തിൽ അതിഥി എന്ന് പറഞ്ഞാൽ ആരാണ്? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറയാം, മുഴപ്പിലങ്ങാടുള്ള ഒരു വ്യക്തി നിങ്ങൾ ഒരാളുടെ വീട്ടിലേക്ക് വന്നു, അയാളെ സൽക്കരിക്കൽ വാജിബാണോ? അയാൾ അതിഥിയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിഥിയെ ബഹുമാനിക്കൽ നിർബന്ധമാണ്, വാജിബാണ്. ഭൂരിപക്ഷം ഉലമാക്കളുടെ അഭിപ്രായം അനുസരിച്ച്. ആരാണ് അതിഥി? പല ആൾക്കാർക്കും അറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇൽമിന്റെ മജാലിസുകളിൽ ഇരിക്കുന്നവർ ധാരാളം, പക്ഷേ ഇൽമ് പറയപ്പെടുന്ന കാര്യങ്ങൾ വേണ്ടതുപോലെ കേട്ട് അത് പഠിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതിന് കാരണം എന്താണ്? ഇൽമ് തേടേണ്ടതുപോലെ നമ്മൾ തേടുന്നില്ല. ആരെങ്കിലും കുറ്റപ്പെടുത്താനല്ല, നമ്മൾ മനസ്സിലാക്കാൻ. ഒരു പക്ഷേ പല സഹോദരങ്ങളും നല്ല രീതിയിൽ പഠിക്കുന്നവരുണ്ടാകാം, പക്ഷേ ഇൽമ് തേടുന്നത് പോലെ തേടുന്നവർ വളരെ കുറവാണ്. അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉലമാക്കൾ വളരെ വ്യക്തമായി ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. ബഹുമാന്യനായ അധ്യാപകൻ ഷെയ്ഖ് സാലിഹ് ഇബ്നു അബ്ദുല്ലാ ഇബ്നു ഹമദൻ അൽ ഉസൈമി ഹഫിളഹുല്ലാ ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്, തഅലീമുൽ ഇൽം, ഇൽമിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞിട്ട്. ഇൽമിനെ ബഹുമാനിക്കണം. ധാരാളം ഉലമാക്കൾ ആ വിഷയത്തിൽ എഴുതിയതായി കാണാൻ സാധിക്കും. അതിലുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വിഷയം തത്ഹീറു വിആഇൽ ഇൽം. ഇൽമിന്ന് പല ആൾക്കാർക്കും നല്ല രീതിയിൽ ഉപയോഗപ്പെടാതിരിക്കാനുള്ള പ്രധാന കാരണം എന്താണ്? ഇൽമ് വെക്കുന്ന പാത്രം ശുദ്ധീകരിക്കാത്തത് കൊണ്ടാണ്. നമ്മളൊരു ഭക്ഷണം ഒരു പാത്രത്തിൽ വെക്കുമ്പോൾ ആ പാത്രം ശുദ്ധീകരിക്കും. അതല്ലാതെ മോശമായൊരു പാത്രത്തിൽ നല്ല ഭക്ഷണം വെച്ചാൽ ആ ഭക്ഷണം ഒന്നിനും കൊള്ളുകയില്ല. അതുപോലെ തന്നെ ഇൽമ് വെക്കുന്ന പാത്രം ഏതാണോ ആ പാത്രത്തെ നമ്മൾ ശുദ്ധീകരിക്കണം. ഇൽമ് വെക്കുന്ന പാത്രം ഏതാണ്? ഖൽബാണ്. ഖൽബിനെ നമ്മൾ ശുദ്ധീകരിക്കണം. ഉലമാക്കൾ പറയുന്നു, മസലുൽ ഇൽമി ഫിൽ ഖൽബി കനൂരിൽ മിസ്ബാഹ്. ഹൃദയത്തിൽ ഇൽമിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് ഒരു വിളക്കിലെ പ്രകാശത്തെ പോലെയാണ്. ഇൻ സഫ സുജാജുഹു ശഅഅത് അൻവാറുഹു. ആ വിളക്കിൽ പ്രകാശം നമ്മൾ കത്തിച്ചു വെച്ചു, അതിന്റെ ചുറ്റുമുള്ള ചില്ലുകളൊക്കെ നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കി വെച്ചാൽ ആ അറിവ് അല്ലെങ്കിൽ അതിലുള്ള പ്രകാശം പുറത്തേക്ക് വരും. വഇൻ ലത്തഖത്ഹുൽ ഔസാഖ് കസഫത് അൻവാറുഹു. അഥവാ അതിന്റെ ചില്ലുകളിലൊക്കെ പൊടിപടലങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വൃത്തികേടുകളിലുണ്ടെങ്കിൽ അതിൽ പ്രകാശമുണ്ടായാലും അത് പുറത്തേക്ക് വരികയില്ല. ഇതുപോലെയാണ് ഇൽം. നമ്മുടെ മനസ്സിൽ ഇൽം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. അല്ലെങ്കിൽ ഉപകാരപ്രദമായ അറിവ് മനസ്സിൽ നിലനിൽക്കണമെങ്കിൽ അതിലുള്ള തെറ്റുകളൊക്കെ അതിലുള്ള കറകളൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ കഴുകിക്കളയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ആരംഭിച്ച സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസിയാബക ഫതഹിർ. നിന്റെ സിയാബ് നീ ശുദ്ധീകരിക്കുക. എന്താണ് സിയാബ് എന്ന് പറഞ്ഞാൽ? മുഫസ്സിരീങ്ങൾ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അബൂ ജഅഫർ ഇബ്നു ജരീർ അത്വബരി റഹിമഹുല്ലാഹ് പറയുന്നു, ഇവിടെ സിയാബ് കൊണ്ടുള്ള ഉദ്ദേശം ആന്തരികമായ കാര്യങ്ങളാണ്, മനുഷ്യന്റെ അകമാണ്, ഖൽബാണ്. ഹൃദയം ശുദ്ധീകരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുന്ന കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. ഇത് കേവലം ഒരു വാക്കായി നമ്മൾ എടുത്തൊഴിവാക്കാനുള്ളതല്ല. ഇത് നമ്മൾ വേണ്ടതുപോലെ ജീവിതത്തിൽ ചെയ്യാത്തത് കൊണ്ടാണ് ഇൽമ് മനസ്സിൽ നിൽക്കാത്തത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബുൽ ഫവായിദിൽ പറയുന്നു, മനുഷ്യന്റെ മനസ്സിന് പിടികൂടാൻ സാധ്യതയുള്ള നജസ്സുകൾ എന്ന് പറയുന്നത് 3 തരത്തിലാണ്. നമ്മൾ ഇന്നു മുതൽ ചിന്തിക്കുക, നമ്മുടെ മനസ്സിൽ ഈ നജസ്സുകളുണ്ടോ? ഒന്നാമത്തേത് നജാസത്തു ഷിർക്ക്. ഷിർക്ക് മനസ്സിലുണ്ടായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപകാരപ്രദമായ ഇൽമ് അവന് നൽകുകയില്ല. രണ്ടാമത്തേത് നജാസത്തുൽ ബിദ്അ. ബിദ്അത്തിന്റെ നജസ് മനസ്സുകളിലുണ്ടെങ്കിൽ ഒരുപക്ഷെ അൽഹംദുലില്ലാഹ് ഈ 2 വലിയ വിപത്തുകളിൽ നിന്ന് അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിച്ചിട്ടുണ്ടാകും. അല്ലാഹു സബാത്ത് നൽകുമാറാവട്ടെ. മൂന്നാമത്തെ കാര്യം എന്താണ്? നജാസത്തുൽ മഅസിയ. പാപങ്ങളുടെ നജസ് മനസ്സിലുണ്ടെങ്കിൽ അവിടെ നല്ല രീതിയിൽ ഇൽമ് നിലനിൽക്കുകയില്ല എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാൻ സാധിക്കും. നമ്മുടെ ശരീരം, നമ്മുടെ വസ്ത്രം, അതിലൊക്കെ അഴുക്കുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നമ്മളൊക്കെ അതിൽ ആൾക്കാർ വെറുക്കുന്ന ഒരു അഴുക്കുണ്ടെങ്കിൽ ആ വസ്ത്രം ഇട്ടുകൊണ്ട് നമ്മൾ ജനങ്ങളുടെ അരികിലേക്ക് പോവോ? ഒരിക്കലുമില്ല. ആൾക്കാർ നമ്മെ കണ്ടാൽ എന്തു പറയുമെന്നൊരു ബോധം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ലജ്ജ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിലേക്കാണ് നോക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടും ആ ഹൃദയത്തിൽ ഈ രീതിയിലുള്ള കറകൾ, ഈ രീതിയിലുള്ള നജസുകൾ ഉണ്ടായിരിക്കെ പ്രിയപ്പെട്ടവരെ അതിനെ മാറ്റാതെ എങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ സാധിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാദിക്കും. സഹോദരങ്ങളെ, നിങ്ങളുടെ മനസ്സുകളിൽ, നിങ്ങളുടെ ശരീരത്തിലേക്കോ അല്ലെങ്കിൽ ബാഹ്യമായ രൂപത്തിലേക്കോ അല്ല അല്ലാഹു നോക്കുക. വലാകി യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും. നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഹൃദയത്തിൽ കറകളുള്ളവർ,
തെറ്റുകൾ ചെയ്യാൻ മനസ്സിന് പ്രോത്സാഹനം നൽകുന്നവർ, അതുപോലെ തന്നെ ഹറാമായ കാര്യങ്ങളിൽ ആസ്വാദനം കണ്ടെത്തുന്നവർ, ഫോണുകളിലും അങ്ങനെയുള്ള പല മീഡിയകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ കാണുന്നവർ, വല്ലാഹി അവർക്ക് ഇൽമിന്റെ മാധുര്യം ലഭിക്കുകയില്ല. അവരെത്ര പഠിച്ചാലും, എത്ര മജാലിസുകളിൽ അവരിരുന്നാലും, ഏതൊക്കെ കിതാബ് അവർ പഠിച്ചാലും പ്രിയപ്പെട്ടവരെ, അവരുടെ മനസ്സിന് ഈ കറകളുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇൽമ് അവർക്ക് നൽകുകയില്ല. സഹൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി റഹിമഹുല്ല പറഞ്ഞു, ഹറാമുൻ അലാ ഖൽബിൻ അൻ യദ്ഖുലഹു അൻ-നൂർ വഫീഹി ഷൈഉൻ മിമ്മാ യക്റഹുഹു അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് അവരുടെ മനസ്സിൽ ഇൽമ് പ്രവേശിക്കുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണ്. അപ്പോൾ നമ്മൾ ചിന്തിച്ചാൽ മതി, എത്രയോ മജാലിസുകളിൽ നമ്മൾ ഇരുന്നു, ഫിഖ്ഹ് പഠിക്കാനിരുന്നു, ഹദീസുകൾ പഠിക്കാനിരുന്നു, ഖുർആനിന്റെ തഫ്സീറുകൾ പഠിക്കാനിരുന്നു, പല മസ്അലകളും അല്ലെങ്കിൽ പല കിതാബുകളുടെയും ഷർഹിൽ നമ്മൾ ഇരുന്നു. പക്ഷെ ആ കിതാബ് അടിസ്ഥാനപ്പെടുത്തി നമ്മളോട് ചോദിച്ചാൽ നമുക്കതിന് ഉത്തരവില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് അതിന്റെ അറിവില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേവലം ഇൽമിന്റെ മജാലിസുകളിൽ ഇരിക്കുന്നു, അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. പക്ഷേ അതിനപ്പുറം ഏതൊരു ലക്ഷ്യം പൂർത്തീകരിക്കാനാണോ മജാലിസുകളിൽ ഇരിക്കുന്നത്, ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ പലപ്പോഴും പല ആൾക്കാർക്കും സാധിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് മുതൽ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ മനസ്സിൽ ആ രീതിയിലുള്ള മോശത്തരങ്ങൾ ഉണ്ടെങ്കിൽ അത് ശുദ്ധീകരിക്കുക. എത്രത്തോളം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിൽ ഇൽമ് പ്രവേശിപ്പിച്ചു തരും. നമുക്ക് ആ മനസ്സിലുള്ള ഇൽമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയാക്കി നൽകും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്, ഒരു വ്യക്തിക്ക് ധാരാളം പഠിക്കാനുള്ള കഴിവുണ്ട്, പെട്ടെന്ന് ഒരു കാര്യം വായിച്ചാൽ തന്നെ ഹിഫ്ള് ചെയ്യാനുള്ള കഴിവുണ്ട്. വേറെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള കഴിവൊന്നുമില്ല, പക്ഷേ അയാളുടെ മനസ്സ് ശുദ്ധീകരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, മനസ്സ് ശുദ്ധീകരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ നേടിയെടുക്കുന്ന ചുരുങ്ങിയ കാര്യങ്ങളായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ കൂടുതൽ ഉപകാരമുള്ളത്. നിങ്ങൾക്കറിയാം അല്ലാഹു പറഞ്ഞത് എന്താണ്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അക്സറു അമല എന്ന് പറഞ്ഞിട്ടില്ല. ആരാണ് കൂടുതൽ അമൽ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ല, ആരാണ് കൂടുതൽ ആൾക്കാരെ പഠിപ്പിക്കുന്നത് പറഞ്ഞിട്ടില്ല. മറിച്ച് അഹ്സനു അമല, ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണ്. അതുകൊണ്ട് ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം തത്ഹീറു വിആഇൽ ഇൽം, ഇൽമിന്റെ പാത്രമായ ഖൽബിനെ നമ്മൾ ശുദ്ധീകരിക്കുക. രണ്ടാമത്തെ കാര്യം ഉലമാക്കൾ പറയുന്നു ഇഖ്ലാസുൻ നിയ്യതി ഫീ. നമ്മൾ ഇൽമ പഠിക്കുമ്പോൾ നിയ്യത്ത് ഇഖ്ലാസോടുകൂടിയായിരിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം. ഏതൊരു കർമ്മവും അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടാൻ, അവന്റെ അരികിൽ സ്വീകരിക്കപ്പെടാനുള്ള മാനദണ്ഡം എന്താണ്? ഇഖ്ലാസാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറയുന്നു തസ്ഫിയത്തുൽ ഖൽബി മിൻ ഇറാദത്തി ഗൈരില്ലാഹ്. നമ്മൾ ഏതൊരു കാര്യവും ചെയ്യുമ്പോഴും അല്ലാഹുവിന്റെ വജ്ഹ് മാത്രമേ ഉദ്ദേശിക്കാവൂ, അല്ലാഹുവിന്റെ വജ്ഹ് മാത്രമേ ഉദ്ദേശിക്കാവൂ. സലഫുകളിൽ നിന്ന് ഈ ജീവിതത്തിൽ വിജയിച്ചവർ ഇഖ്ലാസുള്ളവർ മാത്രമാണ്. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ വിജയിക്കും, യാതൊരു സംശയവുമില്ല. അല്ലാഹു പറയുന്നു വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചത് എന്താണ്? ഇബാദത്ത് ഇഖ്ലാസോട് കൂടി ചെയ്യണം. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഇഖ്ലാസ് നിർബന്ധമായിട്ടും ഉണ്ടാവണം. ഇമാം അബൂബക്കർ അൽ മർറൂസി റഹിമഹുല്ല പറയുന്നു, ഒരു ദിവസം അബൂ അബ്ദുല്ലാഹ് അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹിമഹുല്ലയുടെ അരികിൽ ഒരാൾ വന്നിട്ട് സത്യസന്ധതയും ഇഖ്ലാസിനെയും സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഇമാം അഹ്മദ് പറഞ്ഞു ബിഹാദ ഇർതഫഅൽ ഖൗം. ഈ രണ്ട് വിശേഷണങ്ങളിലൂടെയാണ് മുൻഗാമികൾ വിജയിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മജാലിസുകളിൽ കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ ഖുതുബകളിൽ കേൾക്കാറുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സ് ഇഖ്ലാസ് കൊണ്ട് നിറയ്ക്കാൻ, ഏതൊരു പ്രവർത്തനവും ചെയ്യുമ്പോൾ ഞാൻ അള്ളാഹുവിന് വേണ്ടി മാത്രമാണെന്ന് പറയാൻ എത്ര ആൾക്കാർക്ക് സാധിക്കാറുണ്ട്? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇൽമ പഠിക്കുന്ന മജ്ലിസിലിരിക്കുന്ന സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ ഇഖ്ലാസ് ഉണ്ടാക്കാൻ അവർ ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ്. 3 നിയ്യത്തുകൾ അവരുടെ മനസ്സിൽ വേണം. ഒന്നാമത്തേത് റഫഉൽ ജഹ്ലി അൻ നഫ്സി. ഈ മജ്ലിസിൽ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലുണ്ടാവണം, ആൾക്കാരൊക്കെ ദുനിയാവിന്റെ പിറകിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ദുനിയാവിന്റെ സമ്പാദ്യങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിക്കാൻ, ഉബൂദിയ്യത്തുമായി ബന്ധപ്പെട്ട് അള്ളാഹു എനിക്ക് നിർബന്ധമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കാൻ, അവന് മാത്രം ഇബാദത്ത് ചെയ്യാൻ, എങ്ങനെയൊക്കെയാണ് അള്ളാഹുവിനെ ആരാധിക്കേണ്ടതെന്ന് അറിയാൻ. ഒന്നാമത്തെ നിയ്യത്ത് സ്വന്തം ശരീരത്തിൽ നിന്ന് അജ്ഞത ഉയർത്തിക്കളയുക. രണ്ടാമത്തേത് റഫഉൽ ജഹ്ലി അനിൽ ഖൽഖ്, ബാക്കിയുള്ള ആൾക്കാർക്ക് അള്ളാഹുവിന്റെ ദീന് പറഞ്ഞു കൊടുക്കണമെന്ന ചിന്ത ഉണ്ടാവണം. നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം, എന്റെ വീട്ടിൽ ആരെങ്കിലും ഇതിന് വിപരീതമായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും. ചില ആൾക്കാർ അങ്ങനെയല്ല, ചില ആൾക്കാർ ആർക്കും ഒന്നും പറയാതെ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്നവർ, അത് ഇഖ്ലാസിൽ കുറവാണ്.
ഇഖ്ലാസ് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്താണ് അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഒരു പക്ഷേ ഒരു തവണ പറയുന്നതിലൂടെ സ്വീകരിക്കപ്പെടുകയില്ല, 2 തവണ പറഞ്ഞാൽ സ്വീകരിക്കില്ല, 100 തവണ പറയേണ്ടി വരും, 1000 തവണ പറയേണ്ടി വരും. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷക്കാലം ദഅവത്ത് നടത്തിയിട്ട് വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്ര ആൾ മുസ്ലിമായി എന്നുള്ളതല്ല, എങ്ങനെയാണ് നീ പ്രവർത്തിച്ചത്, എങ്ങനെയാണ് നമ്മൾ ഇൽമ പഠിച്ചത്, ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. മൂന്നാമത്തെ നിയത്ത് എന്താണ്? അൽ അമലു ബിൽ ഇൽം, പഠിച്ച അറിവുകൾ ജീവിതത്തിൽ കൊണ്ടുവരണം. ഉലമാക്കൾ പറയുന്നു അൽ ഇൽമു ഷജറ, ഇൽമ എന്ന് പറയുന്ന ഒരു മരമാണ്, ഒരു വൃക്ഷമാണ്. നമ്മൾ എന്തിനാണ് വൃക്ഷങ്ങൾ നടുന്നത്? കായ്ക്കനികൾ ഉണ്ടാകാൻ, അതല്ലാതെ വെറുതെ വൃക്ഷങ്ങൾ നടുകയില്ല. എന്തെങ്കിലും ഒരു ഉപകാരം അതിലൂടെ നമ്മൾ കാണും. ഉലമാക്കൾ പറയുന്നു വൽ അമലു സമറ, അതനുസരിച്ചുള്ള പ്രവർത്തനമാണ് അതിലൂടെ നമുക്ക് കിട്ടുന്ന കായ്ക്കനികൾ. അതുകൊണ്ട് ഇൽമ എന്നുള്ളത് കേവലം ഒരു വൃക്ഷം മാത്രമാണ്, അതിലൂടെ മാത്രം ഒരു ഉപകാരമില്ല. അത് ഉപകാരം ഉണ്ടാവണമെങ്കിൽ അതനുസരിച്ചുള്ള അമൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇങ്ങനെയായിരുന്നു സലഫുകൾ. അവരുടെ ജീവിതത്തിൽ ഈ നിയ്യത്തുകൾ അവർ ഒരുമിച്ച് കൂട്ടി. എന്നിട്ടും അവർക്ക് പേടിയാണ്. ഒരുപക്ഷെ ഞാൻ നിങ്ങളോട് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇൽമ പഠിക്കുന്നത്, അള്ളാഹുവിന് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് എന്ത് മറുപടി പറയും? അതെ, ഒരു സംശയമില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട് ഒരാൾ ചോദിച്ചു, ഹൽ തത്ലുബുൽ ഇൽമ ലില്ലാഹ്, താങ്കൾ അള്ളാഹുവിന് വേണ്ടിയിട്ടാണോ ഇൽമ പഠിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇമാം അഹ്മദ് പറഞ്ഞു, ലില്ലാഹി അസീസ്, അള്ളാഹുവിന് വേണ്ടി പഠിക്കുക എന്ന് പറയുന്നത് വലിയ സ്ഥാനമാണ്, വലിയ കാര്യമാണ്. അതാണ് ഞാൻ, അല്ലെങ്കിൽ അതിനു വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത് എന്ന് പറയാനുള്ള തന്റെ ഇടം എനിക്കില്ല. വലാകിന്നഹു ശൈഉൻ ഹുബ്ബിബ ഇലയ്യ ഫതലബ്തുഹു, എനിക്ക് ഇൽമ പഠിക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ പഠിക്കുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റൂ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇഖ്ലാസോട് കൂടിയാണ് പഠിക്കുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇമാം അഹ്മദ് പോലും ആ വിഷയത്തിൽ പേടി കാണിച്ചിരുന്നു. പക്ഷേ ഇന്ന് നമ്മളിൽ പല ആൾക്കാരും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അവരുടെ അവസ്ഥ അവർക്കേ അറിയും. അതുകൊണ്ട് കേവലം ഭംഗിവാക്കുകളായി എടുക്കാനല്ല നമ്മൾ ചിന്തിക്കുക. സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹ് പറയുന്നു, മാ ആലജ്തു ശൈഅൻ അശദ്ദു അലയ്യ മിൻ നിയ്യതി ലിഅന്നഹാ തതഖല്ലബു അലൈ, ഞാൻ ഏറ്റവും അധികം ശരിയാക്കാൻ വേണ്ടി പരിശ്രമിച്ചത് എന്റെ നിയ്യത്താണ്. അത് നന്നാക്കാൻ ഞാൻ വളരെയധികം പരിശ്രമിച്ചു. കാരണം ലിഅന്നഹാ തതഖല്ലബു അലയ്യ, അത് മാറിക്കൊണ്ടേയിരിക്കുന്നു. ഞാനൊരു നിയ്യത്ത് എന്റെ മനസ്സിൽ ഉദ്ദേശിക്കാൻ വേണ്ടി വെച്ചാൽ പോലും ഒരു പക്ഷേ എനിക്കത് വേണ്ടതുപോലെ സാധിക്കുന്നില്ല. കാരണം എന്താണ്? നിയ്യത്തിന്റെ സ്ഥാനം എവിടെയാണ്? ഖൽബാണ്. നിയ്യത്തിന്റെ സ്ഥാനം എന്നുള്ളത് ഖൽബാണ്. ഖൽബ് എന്നുള്ള പേരെന്തുകൊണ്ടാണ് വന്നത്? ഉലമാക്കൾ പറയുന്നത് പോലെ സുമ്മിയൽ ഖൽബു ഖൽബൻ ലിതഖല്ലുബിഹി, അറബി ഭാഷയിൽ ഖൽബ് എന്ന് പറഞ്ഞാൽ മാറ്റിമറിയുക എന്നാണ് അർത്ഥം. നിങ്ങൾ തജ്വീദിൽ ഇഖ്ലാബ് എന്ന് പറയാറുണ്ട്. ഖൽബ് എന്ന് പറഞ്ഞാൽ മാറ്റിമറിയുക, അല്ലെങ്കിൽ മാറിമറിയുക. ഹൃദയം എപ്പോഴും മാറിമറിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിലുള്ള നിയ്യത്തും ഈ രീതിയിൽ മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പലതരത്തിലുള്ള നിയ്യത്തുകൾ മനസ്സിൽ വരാതെ അള്ളാഹുവിന് വേണ്ടി എന്നൊരു നിയ്യത്ത് നമുക്ക് ജീവിതത്തിൽ മനസ്സിൽ കൊണ്ടു നടക്കാൻ സാധിക്കണം. സുലൈമാൻ അൽ ഹാഷിമി റഹിമഹുല്ലാഹ് പറയുന്നു, ചില സമയത്ത് ഞാനൊരു ഹദീസ് പഠിപ്പിക്കാൻ വേണ്ടിയിരിക്കും. ചിന്തിക്കണേ, ഒരു ഹദീസ് പഠിപ്പിക്കാൻ വേണ്ടി ഞാനിരിക്കും. എന്റെ നിയ്യത്ത് എന്തായിരിക്കും? അള്ളാഹുവിന് വേണ്ടി പഠിപ്പിക്കാനായിരിക്കും. പക്ഷേ ആ ഹദീസ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്റെ നിയ്യത്ത് മാറും. അദ്ദേഹം മുൻഗാമികളിൽപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു എന്റെ നിയ്യത്ത് മാറും. ആ സമയത്ത് വീണ്ടും ഞാൻ എന്റെ നിയ്യത്ത് പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വൽ അമലുൽ വാഹിദ് യഹ്താജു ഇലാ നിയ്യാത്ത്, ഒരു പക്ഷേ ഒരു കാര്യം തന്നെ ധാരാളം നിയ്യത്തുകൾ നമുക്ക് വേണ്ടിവരും. ഇതാണ് തസ്ഹീഹുൻ നിയ്യ എന്ന് ഉലമാക്കൾ പറയുന്നത്. നമ്മുടെ നിയ്യത്ത് തുടക്കത്തിൽ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ അതിനുശേഷവും നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ഇവിടെ ഒരുപക്ഷെ ഈ മജ്‌ലിസിൽ ആരെങ്കിലും എല്ലാവരും ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനും ഇരിക്കുന്നു എന്ന ചിന്തയാണെങ്കിൽ അവൻ എന്ത് പ്രതിഫലമാണ് ഉള്ളത്? പ്രത്യേകിച്ച് ഒരു പ്രതിഫലം അവനില്ല. നേരെ മറിച്ച് ഒരു വ്യക്തി ഇവിടെ ഇരിക്കുന്നത് നല്ല നിയ്യത്തോടു കൂടിയാണെങ്കിൽ എത്ര വലിയ ഇബാദത്താണ് ചെയ്യുന്നത്. ഓരോരുത്തരുടെയും മനസ്സിലുള്ള നിയ്യത്തിനനുസരിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അഅമാലു ബിന്നിയ്യ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകളെ പരിഗണിക്കുന്നത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ. ഈ ഹദീസ് നമുക്കറിയാം, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നിയ്യത്ത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം, മനസ്സിലാകാൻ. ഇവിടുന്ന് പുറത്ത് ഇറങ്ങുമ്പോൾ നമ്മളെല്ലാവരും ചെരുപ്പ് ധരിക്കും. കയറി വരുമ്പോൾ എല്ലാവരും ചെരുപ്പ് അഴിച്ചു വെച്ചു. എങ്ങനെയാണ് നമ്മൾ ചെരുപ്പ് ധരിക്കാറ്? പലരും പെട്ടെന്ന് പോകും, ചെരുപ്പ് ധരിക്കും, പുറത്തേക്ക് പോകും. എന്തെങ്കിലും അവർക്ക് പ്രതിഫലമുണ്ടോ? നേരെ മറിച്ച് ഒരാൾ ചെരുപ്പ് ധരിക്കുമ്പോൾ അയാളുടെ മനസ്സിലെന്താ? ഇദൻ തഅല അഹദുകും ഫല്യബ്ദഅ ബിൽ യമീൻ, ചെരുപ്പ് ധരിക്കുന്നവർ വലത്തേക്കാൽ വെച്ച് തുടങ്ങുക. വഇദൻ തസഅ ഫല്യബ്ദഅ ബിശ്ശിമാൽ, ചെരുപ്പ് അഴിക്കുമ്പോൾ ഇടത്തേക്കാൽ വെച്ച് തുടങ്ങുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഈ ഹദീസ് ഒരാൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അമൽ ചെയ്താൽ അവനത് സുന്നത്തിന്റെ പ്രതിഫലമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നിയ്യത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പല ആൾക്കാർക്കും ഇന്ന് ആ വിഷയത്തിൽ ശ്രദ്ധയില്ല.
അല്ലെങ്കിൽ അതൊരു നിസ്സാരമായി കാണുകയാണ്. നിയ്യത്ത് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്ക് ധാരാളം അമലുകൾ സമ്പാദിച്ചെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിരിക്കുന്ന വലിയൊരു വഴിയാണ്. മൂന്നാമത്തെ കാര്യം ഉലമാക്കൾ സൂചിപ്പിക്കുന്നത് ജംഉ ഹിമ്മത്തിൻ നഫ്സി അലൈഹി, നമ്മൾ സത്യസന്ധതയോടുകൂടി ആയിരിക്കണം പഠിക്കേണ്ടത്. അതുപോലെ തന്നെ ദൃഢമായ തീരുമാനം വേണം. അതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മജ്ലിസ് ഇവിടെ നടക്കുന്നുണ്ട്, അതിലിരിക്കുക, ഇരുന്നിട്ട് ഇറങ്ങി വരാം, അങ്ങനെ ആവരുത്. മറിച്ച് സത്യസന്ധമായി നമുക്ക് ആ ഒരു ബോധം വേണം. അതിനെങ്ങനെയാണ് സാധിക്കുക? ഒന്നാമത്തേത് അൽ ഇസ്തിആനതു ബില്ലാഹി ഫീ തഹ്സീലി, ആ ഇൽമ് ലഭിക്കുന്ന കാര്യത്തിൽ അല്ലാഹുവോട് സഹായം തേടുക. ഇന്ന് പല ആൾക്കാർക്കും ഇതിൽ ശ്രദ്ധ കുറവാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കാം, നിങ്ങൾ പല മജ്ലിസുകളിലും ഇരുന്നവരായിരിക്കും. ഒരു ഹദീസിന്റെ ദർസിൽ നമ്മൾ ഇരിക്കുന്നതിന് മുമ്പ് ഹദീസിന്റെ ദർസിലേക്ക് പോകുമ്പോൾ എത്ര ആൾക്കാർ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുവേ ഈ ദർസ് എനിക്ക് നീ മനസ്സിലാക്കി തരണം. ദർസ് കഴിഞ്ഞു പോയാൽ അല്ലാഹുവിനോട് എത്ര ആൾക്കാർ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുവേ ഇന്ന് കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകണം. പലരുമില്ല. നമ്മുടെ കഴിവുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊന്നും കരസ്ഥമാക്കാൻ സാധ്യമല്ല. സലഫുകളെ സംബന്ധിച്ച് വന്നതുപോലെ ഒരു റമദാൻ കഴിഞ്ഞാൽ 6 മാസത്തോളമെങ്കിലും അവർ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുവേ ഈ റമദാനിൽ ചെയ്തിരിക്കുന്ന കർമ്മങ്ങൾ സ്വീകരിക്കണേ. അവരുടെ ചരിത്രങ്ങൾ നമ്മൾ പറയുന്നത് എന്തിനാണ്? കഥകൾ കേൾക്കാനാണോ? ഇമാം ഷൗക്കാനി പറയുന്നു, ഹുമുർ റിജാൽ, അവരാണ് പുരുഷന്മാർ. വഅയ്ബുൻ അൻ യുത്തസഫ ലിമൻ ലം യത്തസിഫ് ബിസിഫാത്തിൻ അന്നഹും റിജാലു, അവരുടെ വിശേഷണങ്ങളില്ലാത്തവർ എങ്ങനെയാണ് അവർ പുരുഷന്മാരാണെന്ന് പറയുക? അതുകൊണ്ട് നമ്മൾ കേവലം കഥകൾ കേൾക്കാനല്ല, നമ്മൾ ഇൽമിന്റെ മജാലിസിൽ ഇരിക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അല്ലാഹുവിനോട് സത്യസന്ധമായി ദുആ ചെയ്യണം. ചില ഷാഇറുകൾ പറഞ്ഞതുപോലെ, ഇദാ ലം യകുൻ ഔനും മിനല്ലാഹി ലിൽ ഫതാ വഅവ്വലു മാ യജ്നി അലൈഹി ഇജ്തിഹാദു, ഒരു വ്യക്തിക്ക് അല്ലാഹുവിന്റെ സഹായമില്ല എങ്കിൽ അവന്റെ പരിശ്രമമായിരിക്കും അവന്റെ ഏറ്റവും വലിയ വിപത്ത്. അതുകൊണ്ട് അല്ലാഹുവിനോട് സഹായം ചോദിക്കുക. ഇത് നിസ്സാരമായി കാണരുത്. ഒരു മസ്അല നമ്മൾ പഠിക്കുമ്പോൾ അല്ലാഹുവിനോട് ചോദിക്കുക, അല്ലാഹു എനിക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകണം, ഇത് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ചില മസ്അലകൾ വായിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകാതിരുന്നപ്പോൾ അദ്ദേഹം അല്ലാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്, സുലൈമാൻ നബി അലൈഹിസ്സലാമിന് മനസ്സിലാക്കി കൊടുത്ത റബ്ബേ എനിക്കും നീ മനസ്സിലാക്കി തരണം. ഇന്നും പല ഉലമാക്കളുടെയും ശരീരയിൽ നമുക്കത് കാണാൻ സാധിക്കും. അതുകൊണ്ട് അല്ലാഹുവിനോട് സഹായം ചോദിക്കുക. രണ്ടാമത്തെ കാര്യം അൽ ഹിർസു അലാ മാ യൻഫഅ, ഉപകാരപ്രദമായ കാര്യങ്ങളിലായിരിക്കണം കൂടുതൽ ശ്രദ്ധ വെക്കേണ്ടത്. എന്തെങ്കിലും കാര്യങ്ങളിലല്ല, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത വിഷയങ്ങളിലല്ല, മറിച്ച് നമുക്ക് ഏറ്റവും അധികം ഉപകാരമുള്ള കാര്യങ്ങളിലായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഇന്ന് പല ആൾക്കാരും സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ, വലിയ വലിയ കാര്യങ്ങളിലാണ് ആൾക്കാർക്ക് താല്പര്യം. നിസ്കാരത്തിന്റെ മസ്അല ചോദിച്ചാൽ അവൻ അറിയില്ല, വുളൂഇന്റെ മസായിലുകൾ ചോദിച്ചാൽ അവൻ അറിയില്ല. പക്ഷേ അവന്റെ ചർച്ചയൊക്കെ വലിയ വലിയ വിഷയങ്ങൾ, വലിയ വലിയ കിതാബുകൾ, വലിയ വലിയ പണ്ഡിതന്മാർ, ഇതാണ് അവർക്ക് സംസാരിക്കാൻ ഇഷ്ട വിഷയം. പ്രിയപ്പെട്ടവരെ, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, എല്ലാം അല്ലാഹു ചോദിക്കും. നമ്മൾ എന്താണ് പറഞ്ഞത്, എന്താണ് കേട്ടത് ഒക്കെ അല്ലാഹു ചോദിക്കും. നമ്മൾ എന്ത് മറുപടിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്? അതുകൊണ്ട് ഇഹ്റിസ്, നമ്മളെപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അല്ലെങ്കിൽ പരിശ്രമിക്കുക നമുക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ പഠിക്കാൻ. മൂന്നാമത്തേത് അദമുൽ അജ്സി അൻ ബുലൂഗിൽ ബുഗ്യതി മിൻ, നമുക്ക് പറ്റൂല എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ചില ആൾക്കാർ ഹദീസിന്റെ മജ്ലിസിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഫിഖഹിന്റെ മജ്ലിസിൽ ഇരിക്കുമ്പോൾ, ഇതൊന്നും എന്നെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് ഹിഫ്ള് ചെയ്യാൻ പറ്റൂല, അങ്ങനെയുള്ള തോന്നൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 3 കാര്യങ്ങളും ഒരു ഹദീസിലൂടെ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇഹ്രിസ് അലാ മാ യൻഫഅക്, നിനക്ക് ഉപകാരമുള്ള കാര്യങ്ങളിൽ നീ താല്പര്യം കാണിക്കുക. വസ്തഇൻ ബില്ലാഹ്, ഏത് കാര്യമാണെങ്കിലും, ഏത് കിതാബാണെങ്കിലും, ഏത് ദർസാണെങ്കിലും, ഇസ്തഇൻ ബില്ലാഹ്, അല്ലാഹുവിനോട് നീ സഹായം ചോദിക്കുക. വലാ തഅജിസ്, സാധിക്കൂല എന്ന് തോന്നരുത്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ കുൻ ഫയകൂൻ, ഒരൊറ്റ വാക്ക് മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വിഷയത്തിൽ അശ്രദ്ധ കാണിക്കാൻ പാടില്ല. എത്രത്തോളം സത്യസന്ധമായി അള്ളാഹുവിനോട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കുന്നുവോ, എത്രത്തോളം സത്യസന്ധമായി മജാലിസുകളിൽ ഇരിക്കുന്നുവോ, അത്രത്തോളം ഇൽമ് നമുക്ക് ലഭിക്കും. ജുനൈദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, മാ ത്വലബ അഹദുൻ ഷൈഅൻ ബിജിദ്ദിൻ വസിദ്ഖിൻ ഇല്ലാ നാല, സത്യസന്ധമായി അള്ളാഹുവിനോട് ആര് ചോദിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അവന് നൽകുമെന്ന് ജുനൈദ് റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് അശ്രദ്ധ മാറ്റിവെക്കുക, അതുപോലെ തന്നെ മടി മാറ്റിവെക്കുക. പഠിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി നമ്മൾ മുന്നിടുക. ഓരോരോ കാര്യങ്ങൾ പഠിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി കേവലം മജാലിസുകളിൽ ഇരിക്കാൻ മാത്രമല്ല, ദുനിയാവ് ലക്ഷ്യം വെച്ച് വന്നാൽ ഒരു കാരണവശാലും ഇൽമ് ലഭിക്കുകയില്ല. ഭക്ഷണം, ദുനിയാവിലെ സുഖസൗകര്യങ്ങൾ, ഇവിടുത്തെ താമസം, ഇതൊക്കെയാണ് ചിന്തയെങ്കിൽ, ഇത് മാത്രമാണ് ചിന്തയെങ്കിൽ വല്ലാഹി ഇൽമിന്റെ മാധുര്യം നമുക്ക് ലഭിക്കില്ല, 1000 മജാലിസുകളിൽ ഇരുന്നാലും. യഹ്യ ഇബ്നു അബീ കസീർ റഹിമഹുല്ലാഹ് പറയുന്നു, ലാ യുനാലുൽ ഇൽമു ബിറാഹത്തിൽ ജസദ്, സമാധാനത്തിലിരുന്ന് ഒഴിവുള്ളപ്പോൾ മാത്രം പോയി
അല്ലെങ്കിൽ തോന്നുമ്പോൾ മാത്രം പോയി ആഴ്ചയിൽ ഒരു മജ്‌ലിസിലിരുന്ന് അവിടെ നിന്നും പഠിക്കാതെ ഇങ്ങനെ തോന്നുന്നത് പോലെ നടന്നാൽ ലാ യുനാലുൽ ഇൽം, ഇൽമ് ലഭിക്കുകയില്ല. ഒരു സംശയവും വേണ്ട. ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. 10 വർഷമായി ദർസിലിരിക്കുന്ന ആൾക്കാർ ഒരു ആരും അറിയില്ല. എത്രയോ ആൾക്കാർ അവർക്ക് ഇൽമിന്റെ മജ്‌ലിസിന്റെ പ്രതിഫലം കിട്ടും, പക്ഷേ അവർക്ക് ഇൽമില്ല. എന്തുകൊണ്ടാണ്? പരിശ്രമിക്കാത്തത് കൊണ്ട്. ഇൽമിന്റെ മജ്‌ലിസിലിരിക്കുമ്പോൾ അവിടെ പറയുന്ന ഇൽമുകൾ എഴുതി വെക്കുക, അതിനുശേഷം പോയാൽ മുറാജഅ ചെയ്യുക. ചില ആൾക്കാർ എഴുതും, വീട്ടിൽ കൊണ്ടുപോയി ബുക്ക് അവിടെ ഇടും, നേരെ തിരിച്ചു വരും, അടുത്ത ദർസിന് ആ ബുക്ക് എടുക്കും. പറ്റൂല. ഇൽമ് ലഭിക്കൂല. പ്രിയപ്പെട്ടവരെ, കുറ്റപ്പെടുത്താനല്ല. ഇന്നമാ അന ലക്കും നാസിഹുൻ അമീൻ, നിങ്ങൾക്ക് നസീഹത്താണിത്. ഇൽമ് നമുക്ക് നിലനിൽക്കണമെങ്കിൽ ഇൽമ് എഴുതണം, ഇൽമ് പഠിക്കണം. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് മജാലിസുകളിൽ പറഞ്ഞു കൊടുത്താൽ പറയും, ഖയ്യിദുൽ ഇൽം, ഇൽമ് എഴുതി വെക്കുക. ഇങ്ങനെയായിരിക്കണം ഇൽമിന്റെ രീതി. അതല്ലാതെ നമുക്ക് തോന്നുന്നത് പോലെ ഇങ്ങനെ അശ്വാഇയായിട്ട് മജ്‌ലിസിലേക്ക് വന്നാൽ ഇൽമ് ലഭിക്കൂല. ഒരു സംശയവും വേണ്ട. അതുപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കാം. അദ്ദേഹം സുബഹയ്ക്ക് മുമ്പ്, ഫജറിന് മുമ്പ് വീട്ടിൽ നിന്ന് ഹൽഖകളിലേക്ക് പോകും, മജ്‌ലിസുകളിലേക്ക് പോകും ഇൽമ് പഠിക്കാൻ. അദ്ദേഹത്തിന്റെ ഉമ്മ കാരുണ്യത്തോടുകൂടി പറയാറുണ്ട്, ഇപ്പോ പോകണ്ട, ഫജർ കഴിഞ്ഞിട്ട് പോയിക്കോ. പക്ഷേ അദ്ദേഹം കൂടുതൽ താല്പര്യം കാരണത്താൽ ഉമ്മയോട് അനുവാദം ചോദിച്ചതിനു ശേഷം ദർസുകളിലേക്ക് പോകാറുണ്ട്. ഖതീബ് അൽ ബഗ്ദാദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അധ്യാപകനായ ഇസ്മായിൽ അൽ ഹയ്യരിയുടെ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അരികിൽ പോയിക്കൊണ്ട് 3 ദിവസം കൊണ്ട് സഹീഹുൽ ബുഖാരി വായിച്ചു. 3 ദിവസം. ഒന്നാമത്തെ ദിവസം മഗ്രിബ് മുതൽ ഫജ്ർ വരെ, രണ്ടാമത്തെ ദിവസം മഗ്രിബ് മുതൽ ഫജ്ർ വരെ, മൂന്നാമത്തെ ദിവസം രാവിലെ മുതൽ മഗ്രിബ് വരെ, മഗ്രിബ് നിസ്കാരത്തിന് നിർത്തി, അതിനുശേഷം മഗ്രിബ് മുതൽ ഫജ്ർ വരെ 3 ദിവസം കൊണ്ട് സഹീഹുൽ ബുഖാരി വായിച്ചു തീർത്തു. ഇമാം ദഹബി റഹിമഹുല്ലാഹ് 8-ാം നൂറ്റാണ്ടിൽ പറയുന്നു, ഇന്നത്തെ ഒരാൾക്കത് സാധിക്കുമോ? അത്രയും ജനങ്ങൾക്ക് താല്പര്യമില്ലാതെ പോയി. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഖതീബ് അൽ ബഗ്ദാദിയുടെ ഉദാഹരണം കണ്ട് 10-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇബ്നു തൂലൂൻ റഹിമഹുല്ലാഹ് ഖതീബ് അൽ ബഗ്ദാദിയെ പോലെ വായിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി. അതാണ് ജുനൈദ് റഹിമഹുല്ലാഹ് പറഞ്ഞത്, പരിശ്രമിച്ചാൽ ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് നമ്മൾ ഇന്നു മുതൽ തയ്യാറെടുക്കുക. നമ്മുടെ അവസ്ഥകൾ മാറ്റിക്കൊണ്ട് കൂടുതൽ പഠിക്കാൻ നമ്മൾ തയ്യാറാവുക. മുഹമ്മദ് ബിനുൽ ബത്താൻ റഹിമഹുല്ലാഹ് രാത്രിയിൽ മൊത്തത്തിൽ ഇരുന്നു കൊണ്ട് പഠിക്കാറുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? കേവലം അവരെ സംബന്ധിച്ച് ആൾക്കാർ ഉലമാക്കൾ എന്ന് പറയാനാണോ? അല്ല. സലഫുകൾ പറയാറുള്ളത് പോലെ ഖദ് ബുലീതും ബിൽ ഖൽഖ്, എന്തായാലും അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചു കഴിഞ്ഞു. ഫതബഹസു അൻ സബീലിൻ നജാ, ഇനി വിജയിക്കാനുള്ള മാർഗ്ഗം നമ്മൾ കണ്ടെത്തുക. അതല്ലാതെ ഇനി നമ്മൾക്ക് മണ്ണായി പോകാം എന്ന് പറഞ്ഞാൽ ഒരു സാധ്യതയുമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം എന്തായാലും അള്ളാഹു സൃഷ്ടിച്ചു, ഇനി വിജയത്തിന്റെ മാർഗം നമ്മൾ തെരഞ്ഞെടുക്കുക. ആൾക്കാർ ദുനിയാവിൽ പലതരത്തിലുള്ള ആഘോഷങ്ങളിൽ മുഴുകുന്നു. നമ്മൾ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ റസൂലിന്റെ അനന്തരാവകാശം വീതിക്കപ്പെടുന്ന മജാലിസുകളിൽ എത്ര വലിയ നിഅമത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നു മുതൽ തയ്യാറെടുക്കുക, സത്യസന്ധമായി ഇൽമ പഠിക്കണമെന്ന ചിന്ത. ഏത് മജ്‌ലിസാണെങ്കിലും സത്യസന്ധമായി നമ്മൾ ഇൽമ പഠിക്കണം എന്നൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. അതല്ലാതെ ചില ആൾക്കാരെ പോലെ യൗവനമുള്ള ശരീരത്തിൽ വാർദ്ധക്യമുള്ള മനസ്സുമായി നമ്മൾ നടക്കരുത്. മറിച്ച് എത്ര പ്രായം ചെന്നവരാണെങ്കിലും യൗവനമുള്ള ഹൃദയവുമായി നമ്മൾ നടക്കണം. അബുൽ വഫാ ഇബ്നു അഖീൽ റഹിമഹുല്ലാഹ് 80-ാമത്തെ വയസ്സിൽ പറഞ്ഞു, എന്റെ മുടി നരച്ചു, എന്റെ താടി നരച്ചു, എന്റെ അവയവങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടായി, പക്ഷേ എന്റെ ഹൃദയം ഇപ്പോഴും ചെറുതാണ്, എനിക്ക് പഠിക്കാൻ സാധിക്കും. ഇബ്നു അഖീൽ റഹിമഹുല്ലാഹ് ലോകത്തറിയപ്പെട്ട ബുദ്ധിമാന്മാരിൽ ഒരാളായിരുന്നു. 80-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം പറയുന്നത്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് കിതാബുൽ ഇൽമിൽ പറയുന്നതായി കാണാൻ സാധിക്കും, തഅല്ലമ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിബാറ, സ്വഹാബത്ത് പഠിച്ചിരിക്കുന്നത്, പ്രവാചകന്റെ സ്വഹാബത്ത് പഠിച്ചത് വലിയ പ്രായമെത്തിയതിനു ശേഷമാണ്. പ്രായം തടസ്സമല്ല, ഒന്നും തടസ്സമല്ല. 3 കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഒന്ന് അള്ളാഹുവിനോട് സത്യസന്ധമായി ആവശ്യപ്പെടുക, അള്ളാഹുവിനോട് സത്യസന്ധത പുലർത്തുക, തസ്ദുഖ് മഅല്ലാഹ്, അള്ളാഹുവിനോട് സത്യസന്ധത പുലർത്തുക. രണ്ടാമത്തേത് ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കുക. മൂന്നാമത്തേത് എനിക്ക് പറ്റും, എന്റെ റബ്ബ് എന്നെ ഒരിക്കലും നിരാശനാക്കുകയില്ല എന്നൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവുക. അടുത്ത കാര്യം പ്രിയപ്പെട്ടവരെ, 4-ാമത്തെ വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇൽമ പഠിക്കുമ്പോൾ അടിസ്ഥാനം എന്താണ്? ഖുർആനും സുന്നത്തുമായിരിക്കണം. ഖുർആനും സുന്നത്തുമാണ് നമ്മൾ പഠിക്കാൻ എപ്പോഴും മുന്നിടേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇൽമ എന്താണ്? ഖുർആനും സുന്നത്തും മാത്രമായിരുന്നു. എന്നിട്ട് എന്തെങ്കിലും ഒരു കുറവ്, ഒരൊറ്റ കുറവ് ഏതെങ്കിലും ഒരു കാഫിർ പോലും, നീതിയുള്ള ഒരു കാഫിർ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ? ഒരു കുറവ് ഇല്ല. ഏറ്റവും നല്ല ഭർത്താവ്, ഏറ്റവും നല്ല ഉപ്പ, അതുപോലെ തന്നെ ഏറ്റവും നല്ല അധ്യാപകൻ, ഏറ്റവും നല്ല സാമൂഹിക സേവകൻ, ഏത് വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിവെന്താണ്? ഖുർആനും സുന്നത്തും മാത്രം.
എല്ലാ അടിസ്ഥാനവും എല്ലാ ഖൈറിന്റെ അടിസ്ഥാനവും ഖുർആനും സുന്നത്തുമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ അറാദൽ ഇൽമ ഫല്യുസവ്വിരിൽ ഖുർആൻ. ആരെങ്കിലും ഇൽമ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഖുർആൻ നന്നായി പഠിക്കുക, ഖുർആൻ പഠിക്കുക. ഒരുപക്ഷെ ഞാൻ ഈ മജ്ലിസിൽ ഇരിക്കുന്നവരോട് അവസാനം ഖത്തം തീർത്തത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഒരു മാസം മുമ്പ് തീർത്തവർ കുറവായിരിക്കും. 2 മാസം, 3 മാസം, 4 മാസം, ചില ആൾക്കാർ കഴിഞ്ഞ വർഷം. എന്ത് ബന്ധമാണ് ഖുർആനുമായിട്ട് നമുക്ക്? പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഓതുക. മൻ അറാദൽ ഇൽമ ഫല്യുസവ്വിരിൽ ഖുർആൻ. നിങ്ങൾ ഇൽമ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുക, ഖുർആൻ പഠിക്കുക. ഫഇന്ന ഫീഹി ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ. മുൻഗാമികളുടെയും പിൻഗാമികളുടെയും എല്ലാ ഇൽമും പരിശുദ്ധമായ ഖുർആനിലുണ്ട്. അല്ലാഹു പറഞ്ഞു, വനസ്സൽനാ അലൈക്കൽ കിതാബ് തിബ്യാനൻ ലികുല്ലി ഷൈ. എല്ലാ കാര്യങ്ങളും പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുണ്ട്. മസ്റൂഖ് ഇബ്നുൽ അജ്ദഅ, കൂഫയിൽപ്പെട്ട താബിഈ, കൂഫയിൽ നിന്നുള്ള താബിഈ, അദ്ദേഹം പറയുന്നു, മാ നസ്അലു അസ്ഹാബ മുഹമ്മദിൻ അൻ ഷൈഇൻ ഇല്ലാ ഇൽമുഹു ഫിൽ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനോട് ഏതൊരു കാര്യം ചോദിച്ചാലും ഖുർആനിൽ നിന്ന് മറുപടി തരുമായിരുന്നു. ഏത് കാര്യം ചോദിച്ചാലും ഖുർആനിൽ നിന്ന് മറുപടി തരും. ഇല്ല അന്ന ഇൽമനാ യഖ്സുറു മിൻഹു. പക്ഷേ നമുക്കിന്ന് ഖുർആനിൽ അറിവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പല ആൾക്കാരും നമ്മുടെ നാട്ടിൽ ബുദ്ധിയില്ലാത്തൊരു വിഭാഗം യുക്തിവാദികൾ എന്ന പേരിൽ ഇറങ്ങിയിട്ടുണ്ട്. അവർക്കുള്ള ഏറ്റവും നല്ല മറുപടി എവിടെയാണ്? പരിശുദ്ധ ഖുർആനിലാണ്. പക്ഷെ ആൾക്കാർ ഇന്ന് അതല്ലാത്ത ആൾക്കാരുടെ സംസാരം തേടി പോവുകയാണ്. വല്ലാഹി, ഖുർആൻ എങ്ങാനും വേണ്ടതുപോലെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇത്രയും നല്ല രീതിയിൽ മറുപടി പറയുന്ന മറ്റൊരു ഗ്രന്ഥം ലോകത്തില്ല. പരിശുദ്ധമായ ഖുർആൻ അത്രയും നല്ല രീതിയിൽ പ്രിയപ്പെട്ടവരെ അവർക്ക് മറുപടി പറയുന്നുണ്ട്. പക്ഷേ ഖുർആനിലുള്ള നമ്മുടെ ഇൽമു കുറവാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പാടാറുള്ളതായി പറയപ്പെടുന്നു, ജമീഉൽ ഉലൂമി ഫിൽ ഖുർആനി ലാകിൻ തഖാസറ അൻഹു അഫ്ഹാമുർ റിജാൽ. എല്ലാ ഇൽമുകളും പരിശുദ്ധ ഖുർആനിലുണ്ട്, പക്ഷേ ആൾക്കാർക്ക് ചിന്തിക്കാൻ കഴിവില്ലാതെയായി പോയി. നമ്മൾ പഠിക്കുന്നില്ല, നമ്മൾ ഇരിക്കുന്നില്ല. ഇൽമിന്റെ മജാലിസുകളിൽ ഞാൻ പറഞ്ഞതുപോലെ ചിലർ ശരീരം കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ടിരിക്കുന്നില്ല. ആ ഇൽമിന്റെ ആദാബുകൾ ജീവിതത്തിൽ പാലിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദേഹേച്ഛയിൽ നിന്ന് മാറി പരിശുദ്ധമായ ഖുർആനിന്റെയും അതുപോലെ തന്നെ ഹദീസിന്റെയും ഇൽമു പഠിക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നമ്മൾ പഠിക്കുക, ഖുർആനും സുന്നത്തും. ഹംദൂൻ അൽ ഖസ്സാർ റഹിമഹുല്ലാഹയോട് ചോദിക്കപ്പെട്ടു, മാ ബാലു കലാമിസ് സലഫ് അൻഫഅ മിൻ കലാമിന. എന്തുകൊണ്ടാണ് സലഫുകളുടെ സംസാരം ഇത്രയും അധികം ഉപകാരപ്രദമായത്? അദ്ദേഹം പറഞ്ഞു, ലിഅന്നഹും തകല്ലമു ലിഇസ്സിൽ ഇസ്ലാം വനജാത്തിൻ നുഫൂസ് വറിദർ റഹ്മാൻ. അവർ സംസാരിക്കാറുള്ളത് ഇസ്ലാമിന്റെ ഇസ്സത്തിന് വേണ്ടിയിട്ടാണ്, ഇസ്ലാമിന്റെ ഇസ്സത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അവർ വിജയം കണ്ടെത്താനാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ തൃപ്തിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ നഹ്നു നതകല്ലമു ലിഇസ്സത്തിൻ നുഫൂസ്, നമ്മളിൽ പല ആൾക്കാരും, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ, സംസാരിക്കുന്നത് സ്വയം ആവശ്യത്തിനാണ്. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മൾ പെട്ടെന്ന് കയർക്കും. അള്ളാഹുവിന്റെ ദീനിനെ ഒരാൾ കുറ്റം പറഞ്ഞാൽ മറുപടിയില്ല, പറഞ്ഞാൽ പ്രശ്നങ്ങളാവും. ചിന്തയാണ് പല ആൾക്കാർക്കും. ഒരു പക്ഷേ ഒരു വിഷയം ഉണ്ടാവില്ല, പക്ഷേ ആൾക്കാർക്ക് സംസാരിക്കാൻ പേടിയാണ്, ആൾക്കാർ കളിയാക്കുമെന്നുള്ള പേടിയാണ്. ദുനിയാവിൽ ഒരു നഷ്ടം നമുക്ക് വരുന്നു കണ്ടാൽ എത്ര കളിയാക്കൽ സഹിച്ചാണെങ്കിൽ നമ്മൾ സംസാരിക്കും. ഇതാണ് അവർ നമ്മൾ വ്യത്യാസം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖുർആനും സുന്നത്തും നമ്മുടെ ജീവിതത്തിൽ മാനദണ്ഡമാക്കിയാൽ നമുക്കൊരു പ്രശ്നവും വരാനില്ല, എല്ലാ ഖൈറും അതിലുണ്ട്. അതുപോലെ തന്നെ ഇൽമ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വെച്ചുകൊണ്ട് തുടങ്ങുക. തഖ്ദീമുൽ അഹമ്മി ഫൽ മുഹിം. ആദ്യം പഠിക്കേണ്ടത് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അനസ് ബിൻ മാലിക് റഹിമഹുല്ലാഹയുടെ അരികിൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഇൽമ പഠിക്കുന്നതിനെ സംബന്ധിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? അദ്ദേഹം പറഞ്ഞു, ഹസനുൻ ജമീൽ, നല്ല കാര്യമാണ്, നല്ല കാര്യമാണ്. വലാകിൻ ഉൻദുർ അല്ലദി യൽസമുക മിൻ ഹീന തുസ്ബിഹ് ഇലാ ഹീന തുംസി ഫൽസംഹു. നീ തുടങ്ങേണ്ടത് എന്താണ്? നിന്റെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ജീവിതത്തിൽ നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നീ തുടങ്ങുക. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ചില ആൾക്കാരെ നമ്മൾ കാണും, ഒരു ദർസിൽ മാത്രമേ അവരിയ്ക്കൂ, അഖീദയുടെ ദർസിൽ മാത്രം. അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾക്ക് എല്ലാ വിഷയത്തിലും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കണം. അഖീദ പഠിക്കണം, നിസ്കാരം പഠിക്കണം, അദ്കാറുകൾ പഠിക്കണം, ആദാബുകൾ പഠിക്കണം. അതല്ലാതെ ഒരു വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് പഠിക്കരുത്. അത് നമ്മൾക്ക് വലിയ കുറവുകൾ ഉണ്ടാക്കും. മറിച്ച് എല്ലാ വിഷയത്തിലും നമ്മൾ പഠിക്കാൻ വേണ്ടി തയ്യാറാവണം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ പോകരുത്. ഇതൊരു നസീഹത്താണ്. ഒരു കാരണവശാലും ആവശ്യമില്ലാത്തതിലേക്ക് നമ്മൾ പോകരുത്. നമുക്ക് ആയുസ് അത്രയേ ഉള്ളൂ. സലഫുകൾ പറയാറുള്ളത് പോലെ അൽ ഇൽമു കസീർ വൽ ഉംറു ഖസീർ. ഉമർ എന്നുള്ളത്, വയസ്സ് എന്നുള്ളത് ചുരുങ്ങിയതാണ്, അറിവ് എന്നുള്ളതോ വിശാലമാണ്. അതുകൊണ്ട് നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പലതും പഠിക്കാനുണ്ട്. ഇവിടെ ഈ ഒരു അസ്ലിന് അല്ലെങ്കിൽ പണ്ഡിതന്മാർ പറയുന്ന ഈ ഒരു കാര്യത്തിന് വിപരീതമായി 2 തരം ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ ആൾക്കാരാരാണ്? അവർക്ക് ആർക്കും അറിയാത്ത കാര്യങ്ങൾ അറിയാനാണ് താല്പര്യം. പുതുതായി ആർക്കും അറിയാത്ത പുതിയ കാര്യങ്ങൾ,
അവിടെയും ഇവിടെയും പരതി പിടിച്ച് എടുത്തുകൊണ്ടുവന്ന് ജനങ്ങൾക്കിടയിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവർ. ഇതൊരിക്കലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു ആലിമും പ്രോത്സാഹിപ്പിക്കാത്ത കാര്യമാണ്. അങ്ങനെ ഒരിക്കലും നമ്മൾ ആവാൻ പാടില്ല. ഇമാം സുയൂത്തി റഹിമഹുല്ല ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അരികിൽ ഒരാൾ വന്ന് ചോദിച്ചു, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കം ഉപ്പുവെള്ളമായിരുന്നോ സാദാ വെള്ളമായിരുന്നു? കാരണം ചില ആൾക്കാർക്ക് ഇങ്ങനെ ആർക്കും അറിയാത്ത ചില കാര്യങ്ങൾ അറിയാനായിരിക്കും താല്പര്യം. ഒരു കാരണവശാലും അതിന്റെ പിറകിൽ നമ്മൾ പോകരുത്. രണ്ടാമത്തെ വിഭാഗം ആരാണ്? അവരെക്കാളും വലിയ മസായിലുകളിൽ സംസാരിക്കുന്നവർ. വലിയ വലിയ വിഷയങ്ങളാണ് അവർക്ക് താല്പര്യം. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ കിതാബുകൾ അല്ലെങ്കിൽ വലിയ വലിയ ദർസുകൾ, ഇതാണ് അവർക്ക് താല്പര്യം. അതുപോലെ തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, അവരോട് നിസ്കാരത്തിൽ 5 വക്ത് നിസ്കരിച്ചു 5 റക്അത്ത് നിസ്കരിച്ചു പോയാൽ നീ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല. 4 റക്അത്തുള്ള നിസ്കാരത്തിൽ 3-ാമത്തേതിലും 4-ാമത്തേതിലും ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതുന്നതിന്റെ ശർഈയായ വിധി എന്താണെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. ഇങ്ങനെ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ മസായിലുകൾ അറിയാത്തവർ ഓരോരോ പണ്ഡിതന്മാരെ സംബന്ധിച്ച് അവൻ ഒന്നിനും കൊള്ളാത്തവനാണ്, അവൻ വലാലത്തിലാണ്, അവൻ വാലാണ്, മുതലാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി വലാലത്തിലാണെങ്കിൽ അത് പറയപ്പെടേണ്ടതാണ്. പക്ഷെ പറയേണ്ടത് ആരാണ്? ഉലമാക്കളാണ്. ആ ഉലമാക്കളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ സംസാരിക്കാൻ പറ്റൂ. അതല്ലാതെ ഈ ഇൽമുമായി ഒരു ബന്ധമില്ലാത്തവർ, ദുനിയാവിന്റെ ജോലികളിൽ ഏർപ്പെടുന്ന ആൾക്കാർ എവിടുന്നെങ്കിലും 2 വാക്കുകൾ കേട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ആവശ്യമില്ലാതെ ഇത്തരത്തിലുള്ള വലിയ വലിയ വിഷയങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവർ ചിന്തിക്കുക, നേരത്തെ പറഞ്ഞ ആയത്ത് ഇന്നസ്സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, ഓരോരോ കാര്യങ്ങൾക്കും അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. മറുപടി ഉണ്ടോ? നമുക്ക് സംസാരിക്കാം. അതല്ലാതെ നമ്മുടെ മറുപടി ഇന്നവൻ പറഞ്ഞു എന്നാണെങ്കിൽ അവനെയും അല്ലാഹു വിചാരണ ചെയ്യും. നമുക്കൊരു ഉദറില്ല. ഒരു വ്യക്തിയുടെ അഭിമാനത്തിൽ സംസാരിക്കാൻ നമുക്ക് എന്ത് ഉദറാ ഉള്ളത്? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് നിങ്ങൾ എല്ലാവരും പഠിച്ചവരാണ്, അർബഊന നവവിയിൽ. എന്താണ് ഹദീസ്? വഹൽ യകുബ്ബു الناس على وجوههم او على مناخرهم الا حصائد السنتهم. മുആദ് ഇബ്നു ജബലിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നത്, അവരുടെ മുഖങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ വലിച്ച് നരകത്തിലേക്ക് കൊണ്ടുവരപ്പെടുന്നത് ഇല്ലാ ഹസായിദു അൽസിനതിഹിം, അവരുടെ നാവുകളിലൂടെയുള്ള ഹസീദ കാരണമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് ഹസീദ എന്ന് പറഞ്ഞാൽ? എന്താണ് ഹസീദ? ഗീബത്താണോ? അല്ല. നമീമത്താണോ? അല്ല. ഹസീദ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇബ്നു ഫാരിസ് റഹിമഹുല്ലാഹ് പറയുന്നു, മാ ഖീല ഫിന്നാസ് വഖുതിയ അലൈഹിം ബി, ഒരാളെ സംബന്ധിച്ച് നമ്മൾ ഒരു കാര്യം പറഞ്ഞു, അത് ജനങ്ങൾ ഏറ്റെടുത്ത് നടന്നു, അതാണ് ഹസീദ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്. ഒരു സഹോദരനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, ഓൻ ഒന്നിനും കൊള്ളാത്തവനാണ്. അതെന്നിൽ നിന്ന് വേറൊരാൾ കേട്ടു, അയാളത് പറഞ്ഞു. 3-ാമൻ കേട്ടു, അയാളത് പറഞ്ഞു. ഇതാണ് നരകത്തിലേക്ക് വലിച്ചഴിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഹസീദ എന്ന് പറയുന്നത് ഗീബത്തും നമീമത്തും അല്ല, മറിച്ച് ഈ ഒരു ഭാഗമാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ഇന്ന് എത്ര ആൾക്കാരാണ് അങ്ങനെ സംസാരിക്കുന്നത്? എത്ര ആൾക്കാരാണ് നമ്മൾ സമൂഹത്തിൽ സംസാരിക്കുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, വഴികേടിലുള്ള ആൾക്കാരുടെ വഴികേട് പറയപ്പെടേണ്ടതാണ്, അത് വിശദീകരിക്കപ്പെടേണ്ടതാണ്. പക്ഷേ പണ്ഡിതന്മാരായിരിക്കണം, അല്ലെങ്കിൽ അവരിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളായിരിക്കണം. അതല്ലാതെ സാധാരണ ആൾക്കാർ, ഒന്നും അറിയാത്തവർ, എന്തെങ്കിലും ഇന്റർനെറ്റിൽ നിന്ന് 1-2 കാര്യങ്ങൾ കേട്ട് ഇതനുസരിച്ചുകൊണ്ട് ഹുക്മ കൊടുക്കുന്നവർ. ഇമാം ദഹബി റഹിമഹുല്ലാഹ് ഒരു ഇമാമിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് സിയർ അഅലാമിൻ നുബലായിൽ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, അദ്ദേഹത്തിന് അഖീദയിൽ പിഴവ് വന്നിട്ടുണ്ട്, എന്നാൽ പോലും അദ്ദേഹത്തെ നമ്മൾ എതിർക്കുകയില്ല, മോശമായി പറയുകയില്ല. എതിർക്കുകയില്ല എന്നല്ല, തെറ്റെതിർക്കും, പക്ഷെ അദ്ദേഹത്തെ മോശമായി ചിത്രീകരിക്കുകയില്ല. ഇന്നൊന്നും അറിയാതെ 2 വാക്കുകൾ അവിടുന്നും ഇവിടുന്നും കേട്ട് കൂട്ടി യോജിപ്പിച്ച് ഓരോരോ ആൾക്കാരെ കുറ്റം പറയുന്നവർ. പ്രിയപ്പെട്ടവരെ, ഇതാർക്കെങ്കിലും നുസ്രത്തിന് വേണ്ടിയോ ആർക്കെങ്കിലും സഹായത്തിന് വേണ്ടിയോ സംസാരിക്കുന്നതല്ല. നമ്മൾ ചിന്തിക്കുക, അള്ളാഹു ചോദിക്കും ഓരോരോ കാര്യത്തെയും സംബന്ധിച്ച്. അതുപോലെ തന്നെ ഇൽമ പഠിക്കുന്നവരെ സംബന്ധിച്ച് അവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ധൃതി കാണിക്കാൻ പാടില്ല. ധൃതി കാണിക്കാൻ യാതൊരു കാരണവശാലും അവർക്ക് അനുവദനീയമല്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇൽമ ലഭിക്കുകയില്ല. പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു എങ്ങനെയാണ് അവതരിപ്പിച്ചത്? 23 വർഷത്തിൽ കുറച്ചായിട്ടാണ്. കാഫിരീങ്ങൾ എന്ത് പറഞ്ഞു? ലൗലാ നുസ്സില അലൈഹിൽ ഖുർആനു ജുംലതൻ വാഹിദ, ഒറ്റ തവണയായിട്ട് അള്ളാഹുവിനെ അവതരിപ്പിച്ചാൽ പോലെ. അള്ളാഹു പറഞ്ഞു, കദാലിക നുസബ്ബിതു ബിഹി ഫുആദക വറത്തൽനാഹു തർതീല, ഇങ്ങനെ കുറച്ചായി അവതരിപ്പിച്ച് അത് മനസ്സിൽ നല്ല രീതിയിൽ നിൽക്കും. അതുകൊണ്ട് ഇൽമ പഠിക്കുക എന്നുള്ളത് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ കുറച്ചായി നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി പഠിക്കാൻ വേണ്ടി തയ്യാറാവുക. വലിയ വലിയ കിതാബുകൾ, വലിയ കാര്യങ്ങൾ അതിൽ നമ്മൾ ഇടപഴകാൻ പാടില്ല. അബ്ദുൽ കരീം അർ-റിഫാഇ റഹിമഹുല്ലാഹ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതനാണ്. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, തുആമുൽ കിബാരി സുമ്മുസ് സിഗാർ, തുആമുൽ കിബാർ സുമ്മുസ് സിഗാർ, വലിയ ആൾക്കാരുടെ ഭക്ഷണം ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? വിഷമാണ്.
വലിയ ആൾക്കാർ തിന്നുന്ന ഭക്ഷണം ചെറിയ കുട്ടികൾക്ക് കൊടുത്താൽ എന്ത് സംഭവിക്കും? വിപത്ത് സംഭവിക്കും. ഇതുപോലെയാണ് ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒന്നും അറിയില്ല, എന്നിട്ട് വലിയ മസാലകളിൽ ഇടപഴകി, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒന്നും അറിയാതെ അവർ കേൾക്കും അഖീദയിൽ ഒരു പിഴവ് വന്നിട്ടുണ്ട്, അത് തിരുത്തപ്പെടേണ്ടതാണ്. പക്ഷേ അഖീദയിൽ ഒരു പിഴവ് വന്ന കാരണത്താൽ ആലിം മുബ്തദിഅ ളാൽ മുദിൽ ഇവിടെ ഇരുന്ന് അവൻ ഫത്വ അല്ലെങ്കിൽ ഫോണിലൂടെ പ്രചരിപ്പിക്കുക, വല്ലാഹി ചോദിക്കപ്പെടും അള്ളാഹുവിന്റെ മുമ്പിൽ. മറുപടി ഉണ്ടോ? അൽഹംദുലില്ലാ. ഇല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കും. അതല്ലാതെ അവർ പറ്റൂല, ഇവർ പറ്റൂല, അവർ ദർസ് പറ്റൂല, ഇവർ ദർസ് പറ്റൂല, അവൻ വീഴ്ചവനാണ് പറയുമ്പോൾ ചിന്തിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ മറുപടി ഉണ്ടോ? ഏത് ആലിമാണ് നിനക്ക് മാതൃക? ഏത് വ്യക്തിയാണ്? ഏത് ഗൂഗിളാണല്ല, ഏത് ആലിം? ആര് പറഞ്ഞു? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തആമുൽ കിബാർ സുമ്മുസ് സിഗാർ ഇതൊക്കെ പണ്ഡിതന്മാരുടെ മേഖലയാണ്. അതിൽ വിദ്യാർത്ഥികൾ ഇടപെട്ട് അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത സാധാരണ ചില ആൾക്കാർ ഇടപെട്ട് ഈ രീതിയിൽ ഇൽമിൽ സംസാരിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല. അതുപോലെ തന്നെ ഇൽമ പഠിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവസാനം ഇതും കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വരുന്ന ദർസിൽ അള്ളാഹു തൗഫീഖ് നൽകുകയാണെങ്കിൽ പറയാം. ഈ പറയുന്ന കാര്യങ്ങൾ ആരെങ്കിലും വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ അല്ല, മറിച്ച് ഇൽമ അങ്ങനെയാണ്, അത് പച്ചയായി തുറന്നു പറയണം. ഇൽമിന്റെ അദബുകൾ നമ്മൾ ഏത് മജ്ലിസിലാണെങ്കിലും മുറുകെ പിടിക്കണം. ഇൽമിന്റെ അദബുകൾ പ്രിയപ്പെട്ടവരെ ഏത് മജ്ലിസിലാണെങ്കിലും മുറുകെ പിടിക്കണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, അദബുൽ മർഇ ഉൻവാനു സആദതി, ഒരു വ്യക്തിക്ക് അദബുണ്ടാവുക എന്നുള്ളതാണ് അയാളുടെ വിജയത്തിന്റെ അഡ്രസ്. അദബുണ്ടാവണം നമുക്ക്. ഇൽമിന്റെ മജ്ലിസിൽ ഏറ്റവും നല്ല അദബ് നമുക്കുണ്ടാവണം. ചില ആൾക്കാർ പറയാറുള്ളത് പോലെ അല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, വൽ മർഉ ലാ യസ്മു ബിഗൈരിൽ അദബ്, അദബാണ് ഒരു മനുഷ്യനെ ഉയർത്തുന്നത്. ഏറ്റവും നല്ല അദബ്, ഏറ്റവും നല്ല അദബ്. വഇൻ യകു ദാ ഹസബിൻ വനസബ്, അവൻ എത്ര കുടുംബമഹിമുള്ളവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അദബില്ലെങ്കിൽ അവൻ ഒന്നിനും കൊള്ളാത്തവനാണ്. ഏത് കാര്യത്തിലാണ് നമുക്ക് അദബുണ്ടാവേണ്ടത്? 4 വിഷയങ്ങളിൽ. ഒന്ന്, സ്വന്തം കാര്യത്തിൽ അദബുണ്ടാവണം. നല്ല വസ്ത്രം ധരിച്ചായിരിക്കണം ഇൽമിന്റെ മജാലിസുകളിൽ വരുന്നത്. നല്ല രൂപത്തിലായിരിക്കണം ഇൽമിന്റെ മജാലിസുകളിൽ വരുന്നത്. ഇമാം മാലിക് റഹിമഹുള്ളയുടെ ചരിത്രം വായിച്ചു നോക്കിയാൽ മനസ്സിലാകും, അദ്ദേഹം മജ്ലിസിലേക്ക് വരുമ്പോൾ കുളിച്ച് ഭംഗിയായി താടിയൊക്കെ വാരി നല്ല രീതിയിലായിരുന്നു അദ്ദേഹം മജ്ലിസിൽ വന്നത്. ഇന്ന് പല ആൾക്കാരും പുറത്തുള്ള മജാലിസുകളിലേക്ക് പോകുമ്പോൾ, ഒരു കല്യാണ പരിപാടിക്ക് പോകുമ്പോൾ ഏറ്റവും നല്ല വസ്ത്രമായിരിക്കും, പക്ഷേ ഇൽമിന്റെ മജ്ലിസിൽ വരുമ്പോൾ ഒരു ശ്രദ്ധയില്ല. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ മീറാത്താണ് ഇവിടെ വീതിക്കപ്പെടുന്നത്. നമുക്ക് എന്തുകൊണ്ടാണ് ശ്രദ്ധയില്ലാത്തത്? രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ക്ലാസിന്റെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാവണം. ഏതെങ്കിലും ഒരു കിതാബ് എടുത്തിട്ടാണ് നമ്മൾ വരുന്നത്, ആ കിതാബ് നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് നമ്മൾ നോക്കുക. ചില ആൾക്കാർ കിതാബ് ഇങ്ങനെ നിലച്ചിടും. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ മുമ്പിൽ ഒരാളെ കിതാബ് നൽകിട്ടപ്പോൾ ഇമാം അഹ്മദ് പറഞ്ഞു, അഹാകദാ യുഫഅലു ബികലാമിൽ അബ്റാർ, ഇങ്ങനെയാണോ മുൻഗാമികളായ സച്ചരിതരായ ജനങ്ങളുടെ സംസാരം കൊണ്ട് നീ ചെയ്യേണ്ടത്? അല്ല, അതിനെ നമ്മൾ ബഹുമാനിക്കണം. ഇൽമിനെ ബഹുമാനിക്കാത്തവന് ഇൽമ് ലഭിക്കുകയില്ല. വമൻ ലാ യുക്രിമുഹുൽ ഇൽം ലാ യുക്രിമുഹുൽ ഇൽം, ആരെങ്കിലും ഇൽമിനെ ബഹുമാനിക്കും, വമൻ ലാ യുക്രിമുൽ ഇൽം, ആരെങ്കിലും ഇൽമിനെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ ലാ യുക്രിമുഹുൽ ഇൽം, ഇൽമ അവനെയും ബഹുമാനിക്കൂല, ഇൽമ ലഭിക്കൂല. ഒരു സംശയവും വേണ്ട, എത്ര മജാലിസുകളിൽ ഇരുന്നാലും ഇൽമ അവന് ലഭിക്കുകയില്ല. അതുപോലെ തന്നെ ഷെയ്ഖിന്റെ മുമ്പിൽ ഇരിക്കുന്നവർ, ഇത് ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ പല ആൾക്കാർക്കും അവരെയാണെന്ന് തോന്നും. ഇൽമിന്റെ മജാലിസുകളിൽ മശായിഖന്മാരുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരിൽ നിന്ന് പറഞ്ഞു തരുന്ന വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ഉലമാക്കൾ പറയുന്നു, ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞു, ചാരിയിരിക്കാൻ പാടില്ല. ഇൽമിന്റെ മജ്ലിസിൽ ചാരിയിരിക്കാൻ പാടില്ല ഒരു കാരണവശാലും. ഇൽമിന്റെ മജ്ലിസിൽ ചാരിയിരിക്കാം പ്രായമുള്ളവർക്ക്, അസുഖമുള്ളവർക്ക്, അതല്ലാത്തവർ പ്രിയപ്പെട്ടവരെ ഇൽമിന്റെ മജ്ലിസിനോട് ചേർന്നതല്ല. വല്ലാഹി ആ രീതിയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ഇൽമ ലഭിക്കുകയില്ല. ഇത് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. നിങ്ങൾ സലഫുകളുടെ സീറ വായിച്ചു നോക്ക്. ലൈസ് ഇബ്നു സഅദ് റഹിമഹുള്ളയുടെ മജ്ലിസിൽ ചെറിയ കാര്യങ്ങൾ കണ്ടാൽ അദ്ദേഹം കർശനമായിട്ട് പറയാറുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി റഹിമഹുള്ള കർശനമായി പറയാറുണ്ട്. നമ്മൾ പറഞ്ഞത്, ഒരു ഇൽമിന്റെ മജ്ലിസിൽ ഷെയ്ഖിന്റെ മുമ്പിൽ ഇരിക്കാൻ ഉലമാക്കൾ പറയുന്ന ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ ഈ കിതാബിൽ എഴുതിയിരിക്കുന്ന ഒന്നാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ, ചാരിയിരിക്കുക എന്നുള്ളത് ഒരിക്കലും ഇൽമിന്റെ മജ്ലിസിനോട് ചേർന്നതല്ല. കാരണം ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമിയുടെ മജ്ലിസിൽ പലപ്പോഴും ഞാൻ ഷെയ്ഖ് പറയുന്നതായി കേട്ടിട്ടുണ്ട്, ഇതൊരിക്കലും നിങ്ങൾ എന്നെ ബഹുമാനിക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്, എനിക്ക് നിങ്ങൾ ഒരു ബഹുമാനവും നൽകേണ്ട, പക്ഷേ ഇത് ഇൽമിനോടുള്ള ബഹുമാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇൽമ പഠിപ്പിച്ചു, സഹാബത്ത് പഠിച്ചു. അവർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എങ്ങനെയാണ്? അവരെങ്ങനെയാണ് ചെയ്യാറുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രായമുണ്ടെങ്കിൽ, അസുഖമുണ്ടെങ്കിൽ നമുക്കിരിക്കാം. അതല്ലാതെ ഇൽമിന്റെ മജ്ലിസിൽ ചാരിയിരിക്കുക, ഇങ്ങനെ റാഹത്തായിരിക്കുക, നമുക്കിന്ന് പല ആൾക്കാർക്കും ഇൽമ ഹിർമാനാവാൻ, ഇൽമ നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം അതാണ്. നിങ്ങൾ ചരിത്രം വായിച്ചു നോക്കി,
അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മശായിഖന്മാരുടെ ചരിത്രം വായിച്ചു നോക്കി. ഇതൊരിക്കലും ഷിദ്ദത്തല്ല. ചില ആൾക്കാർ പറയുന്നത് ഇങ്ങനെ സ്ട്രോങ് ആക്കേണ്ട ആവശ്യം. ഇങ്ങനെയാണ് ഇൽമിന്റെ രീതി. ആ രീതിയിൽ ഇൽമ എടുത്താൽ മാത്രമേ ഇൽമ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഷെയ്ഖ് അതിൽ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കാര്യം, ഇൽമിന്റെ മജാലിസുകളിൽ കാല് നീട്ടിയിരിക്കുന്നവർ. ചില ആൾക്കാർക്ക് അസുഖമുണ്ടാവും, അവർക്ക് പ്രശ്നമില്ല. ഞാൻ അതല്ലാത്തവരെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇൽമിന്റെ മജാലിസുകളിൽ കാല് നീട്ടി ചാരിയിരിക്കുന്നവർ, പ്രിയപ്പെട്ടവരെ, അവർക്ക് എങ്ങനെയാണ് ഇൽമ ലഭിക്കുക? ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുള്ളയുടെ ദർസിൽ പലപ്പോഴും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഫജർ മുതൽ 11 മണി വരെ അല്ലെങ്കിൽ 10 മണി വരെ ദർസ്, അസർ മുതൽ മഗ്രിബ് വരെ ദർസ്, മഗ്രിബ് മുതൽ ഇശാ വരെ ദർസ്, ഇശാ മുതൽ ഏകദേശം ഇശാക്ക് ശേഷം 2 മണിക്കൂറോളം ദർസ്. ഈ സമയത്ത് അത്രയും ആരെങ്കിലും ക്ലാസ്സിൽ കാല് നീട്ടിയിട്ടുണ്ടെങ്കിൽ ഷെയ്ഖ് പറയും ആ കാല് മടക്കി വെക്കുക. ആരെങ്കിലും കാല് നീട്ടിയിട്ടുണ്ടെങ്കിൽ ഷെയ്ഖ് പറയും കാല് മടക്കി വെക്കുക. ഒരു മജ്‌ലിസിൽ കണ്ടിട്ടുണ്ട്, ഒരു വിദ്യാർത്ഥി ചാർന്നിരുന്നുകൊണ്ട് ഫോൺ നോക്കുമ്പോൾ ഷെയ്ഖ് പറഞ്ഞു, ഒരു കാരണവശാലും ഫോൺ നോക്കാൻ പാടില്ല. അത് ഇൽമിനോടുള്ള ഹഖ് അങ്ങനെയല്ല. ഇൽമിന്റെ മജ്‌ലിസിലിരുന്ന് കാല് നീട്ടിവെച്ച് ചാരിയിരുന്ന് അതിനിടയിൽ ഫോൺ നോക്കി ഒരു കാരണവശാലും അത് ശരിയാവുകയില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇൽമ ലഭിക്കുകയില്ല. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ പറയുന്നതായി കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ആർക്കെങ്കിലും ക്ലാസിന്റെ ഇടയിൽ ഫോൺ വന്നാൽ നിർബന്ധമാണെങ്കിൽ അവർക്ക് നിന്നുകൊണ്ട് അനുവാദം ചോദിച്ച് പുറത്തേക്ക് പോയി കോൾ അറ്റൻഡ് ചെയ്യാം. അല്ലെങ്കിൽ 1-2 മെസ്സേജ് അയച്ചുകൊണ്ട് ഇപ്പോൾ വിളിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അങ്ങനെ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ലാതെ ഷെയ്ഖ് ഇവിടെ സംസാരിക്കുന്നു, അവിടെ അവൻ ഫോണുമായി കളിക്കുന്നു, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി ഇവിടെ സംസാരിക്കുന്നു, ഫോണുമായി അവിടെ കളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വല്ലാഹി ഞാൻ എനിക്ക് വേണ്ടി ഒരു ഹക്ക് ചോദിക്കുന്നില്ല. എന്നെ ബഹുമാനിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നൽകുന്നതിനേക്കാളും വലിയൊരു ബഹുമാനം എനിക്ക് നൽകാനോ വല്ലാഹി മനസ്സിന്റെ ഉള്ളിൽ പോലും ഉദ്ദേശമില്ല. പക്ഷേ ഇൽമിന്റെ ഹക്ക് അങ്ങനെയാണ്. നിങ്ങൾ ഇപ്പോൾ സൗദിയിലെ മുഫ്തിയായ അബ്ദുൽ അസീസ് അൽ ഷെയ്ഖ് ഹഫിളഹുല്ലാ, അതിനു മുമ്പുണ്ടായിരുന്ന ഷെയ്ഖ് ബിൻ ബാസ്, അതിനു മുമ്പുണ്ടായിരുന്ന മുഹമ്മദ് ബിൻ ഇബ്രാഹിം അൽ ഷെയ്ഖിന്റെ ചരിത്രം വായിച്ചു നോക്കി. അദ്ദേഹം മജാലിസുകളിലേക്ക് ഇൽമ പഠിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ അവിടെ വിദ്യാർത്ഥികൾ ഉറക്കെ സംസാരിക്കുന്നത് കേട്ടാൽ അദ്ദേഹം ആ മജ്‌ലിസിൽ ഇരിക്കാതെ ചെരുപ്പെടുത്തുകൊണ്ട് പോവാറുണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു സലഫുകൾ. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ സംസാരിച്ചാൽ ഏത് വിദ്യാർത്ഥിയാണോ സംസാരിക്കുന്നത് അവന്റെ ചോദ്യത്തിന് പിന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള മറുപടി പറയാറില്ലായിരുന്നു. ഇങ്ങനെയാണ് അവർ ഇൽമ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ്? തസ്മഊന വയുസ്മഉ മിൻകും വയുസ്മഉ മിമ്മൻ സമിഅ മിൻകും. നിങ്ങൾ കേൾക്കുന്നു, നിങ്ങളിൽ നിന്ന് വേറെ ആൾക്കാർ കേൾക്കുന്നു. ഇങ്ങനെ ഇൽമിനൊരു സിൽസിലയുണ്ട്. അതല്ലാതെ ഇൽമ ആദ്യമായി പഠിക്കുന്നവർ നമ്മളല്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിൽ പോയിക്കൊണ്ട് പഠിച്ച സംഭവം പരിശുദ്ധമായ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഖിദർ പറഞ്ഞത് എന്താണ്? ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നീ എന്നോട് ചോദിക്കരുത്, ഞാൻ നിനക്ക് അങ്ങോട്ട് പറഞ്ഞു തരും. ഇൽമിന്റെ അദബാണ്. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ ദർസിന്റെ ഇടയിൽ ഒരാളെയും ചോദിക്കാൻ അനുവദിക്കുകയില്ല. അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുൽ മുഹ്സൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാ ദർസിന്റെ ഇടയിൽ ഒരാളെ ചോദിക്കാൻ അനുവദിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള മജാലിസുകൾ നമ്മൾ കാണണം. ഇത് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സ്ട്രോങ് ആക്കുന്നു, അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും തശദ്ദുദ്? ഇത് തശദ്ദുദല്ല, ഇത് ഇൽമിന്റെ രീതിയാണ്. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ മജ്‌ലിസിൽ ഒരൊറ്റ വിദ്യാർത്ഥി മാത്രമാണ് വരുന്നതെങ്കിലും ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം നസീഹത്ത് ഉദ്ദേശിക്കുന്നവനായിരിക്കണം പഠിപ്പിക്കുന്നവൻ. അതല്ലാതെ ആൾക്കാർ എങ്ങനെയെങ്കിലും പഠിക്കട്ടെ, ചാരുന്നവർ ചാരിയിരിക്കട്ടെ, സംസാരിക്കുന്നവർ സംസാരിക്കട്ടെ, ഫോൺ ഉപയോഗിക്കുന്നവർ ഫോൺ ഉപയോഗിക്കട്ടെ, ഞാനിവിടെ സംസാരിച്ചു. വല്ലാഹില, ഞാനിവിടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. അതല്ലാതെ ഞാനിവിടെ സംസാരിക്കുന്ന ഏതെങ്കിലും തൂണുകളോടല്ല, ഓരോരുത്തർക്കും വേണ്ടി. അതുകൊണ്ട് അതിന്റെ ഇടയിൽ ഒരാൾ ഫോൺ ഉപയോഗിക്കുക എന്നുള്ളത് ഇൽമിനോടുള്ള ബഹുമാനക്കേടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഇവിടെ തെളിവായി പറഞ്ഞ കാര്യമാണ്, അൽ ഖുർആൻ ഹുജ്ജത്തുൽ ലക ഔ അലൈക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നിക്കൽ ഖുർആൻ നിനക്ക് അനുകൂലമായി സാക്ഷി പറയും, അല്ലെങ്കിൽ നിനക്ക് പ്രതികൂലമായി സാക്ഷി പറയും. എങ്ങനെയാണ് അനുകൂലമാവുക, എങ്ങനെയാണ് പ്രതികൂലമാവുക? ധാരാളം മജാലിസുകളിൽ ഇരുന്നു, കുറെ ഇൽമുകൾ നമ്മൾ കേട്ടു, നമ്മുടെ ജീവിതത്തിൽ ഇൽമിനുള്ള ബഹുമാനവുമില്ല, കേൾക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചുള്ള അമലുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്കൊരു വിപത്തായിട്ട് വരും. അതുകൊണ്ടാണ് യൂസുഫ് ഇബ്നുൽ ഹുസൈൻ റഹിമഹുല്ലാ പറഞ്ഞത്, ബിൽ അദബി തഫ്ഹമുൽ ഇൽം. ഇൽമ മനസ്സിലാകണമെങ്കിൽ അദബ് നിർബന്ധമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും കുറ്റപ്പെടുത്താനല്ല, അല്ലെങ്കിൽ വിമർശിക്കാനല്ല. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, മുതഅല്ലിം എന്ന് പറഞ്ഞാൽ അലാ സബീലിൻ നജാത്ത്, അവൻ വിജയത്തിന്റെ മാർഗം തേടുന്നവനാണ്. അതുകൊണ്ട് അതിനൊരു രീതിയുണ്ട്. ഇൽമ എന്ന് പറയുന്നത് എന്താണ്? ഇബാദത്താണ്. ഇൽമ എന്നുള്ളത് ഇബാദത്താണ്. അതല്ലാതെ തലശ്ശേരിയിൽ ഈ മസ്ജിദിൽ ദർസ് നടക്കുന്നത് കൊണ്ട് കേവലം ഞാൻ വന്നിരുന്നു, എനിക്ക് തോന്നുമ്പോൾ എഴുന്നേറ്റ് പോകും, പറ്റൂല. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമിയുടെ ദർസ് കഴിയുന്നതിന് മുമ്പ് ഒരു വിദ്യാർത്ഥി എഴുന്നേറ്റ് പോയാൽ ഷെയ്ഖ് കോപിക്കുമായിരുന്നു, അവനെ പിന്നെ ദർസിൽ കയറ്റുകയില്ല.
അഥവാ പോകുന്നുണ്ടെങ്കിൽ ഷെയ്ഖിനോട് അനുമതി ചോദിക്കണം. അതാണ് ഇൽം. അങ്ങനെയാണ് ഇൽമ പഠിക്കേണ്ടത്. അതല്ലാതെ തോന്നുമ്പോൾ കയറി വരിക, തോന്നുമ്പോൾ ഇറങ്ങി പോവുക, അതുപോലെ തന്നെ ഫോണിൽ കുറെ സമയം കളയുക, ചില സംസാരങ്ങൾ കേൾക്കുക. പ്രിയപ്പെട്ടവരെ, വല്ലാഹി ഹാദാ ലൈസ മിൻ അദബിൽ ഇൽം. ഇങ്ങനെയല്ല നമ്മൾ ഇൽമ പഠിക്കേണ്ടത്. അതൊരിക്കലും ഇൽമിന്റെ അദബല്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ 100% അവർക്ക് ഇൽമ ലഭിക്കുകയില്ല. ഇതൊരിക്കലും ഞാൻ തുടങ്ങി വെച്ച മൻഹജ് ഒന്നുമല്ല. ലൈസ് ബിൻ സഅദ് അൽ ഫഹമി റഹിമഹുല്ലാ താബിഇയാണ്. അദ്ദേഹം ഒരു ദിവസം മജ്ലിസിലേക്ക് വരുമ്പോൾ ചില വിദ്യാർത്ഥികൾ ശബ്ദമുയർത്തി സംസാരിക്കുന്നത് കണ്ടു. അദ്ദേഹം ചോദിച്ചു, മാ അൻതും തഫഅലൂൻ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? കോപിച്ചുകൊണ്ട് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇൽമല്ല വേണ്ടത്, നിങ്ങൾക്ക് അദബാണ് വേണ്ടത്. നിങ്ങൾക്ക് അദബാണ് വേണ്ടത്. ഒരു വ്യക്തിയുടെ എല്ലാവിധ ഖൈറിന്റെയും കാരണം അദബാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇൽമിന്റെ ഈ മര്യാദ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുക. നമ്മുടെ ശരീരത്തോടുള്ള അദബ് നമ്മൾ പൂർത്തീകരിക്കുക. കിതാബുകളോടുള്ള അദബ് നമ്മൾ പൂർത്തീകരിക്കുക. അതുപോലെ തന്നെ ഷെയ്ഖിന്റെ മുമ്പിൽ ഇരിക്കുന്നതിന്റെ അദബ് നമ്മൾ പൂർത്തീകരിക്കുക. നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാരുടെ അദബ് നമ്മൾ പൂർത്തീകരിക്കുക. ചില ആൾക്കാർ ദർസ് നടന്നുകൊണ്ടും ഇടക്ക് സംസാരിക്കും, അവർ പരസ്പരം സംസാരിക്കും. അത് പറ്റുകയില്ല. ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല. ഇസ്ലാമിൽ ഇബാദത്ത് എന്ന് പറയുമ്പോൾ കേവലം നിസ്കാരം മാത്രമല്ല, ഇൽമ ഇബാദത്താണ്. ഇൽമ ഇബാദത്താണ്. നിസ്കാരം ഒരു വ്യക്തി വന്നിട്ട് അയാൾക്ക് തോന്നുന്നത് പോലെ നിസ്കരിച്ച നിസ്കാരം സഹിയാവോ? ഇല്ല. നിസ്കാരത്തിന് അതിന്റെ രൂപമുണ്ട്. അതുപോലെ തന്നെ ഇൽമ ഇബാദത്താണ്. ആ ഇൽമിന് അതിൻ്റെതായ രൂപമുണ്ട്. അതല്ലാതെ തോന്നുന്ന രീതിയിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ തോന്നുന്ന രീതിയിൽ അതിന്റെ മജാലിസുകളിൽ ഇരുന്നാൽ ഇൽമ കരസ്ഥമാക്കാൻ ഒരു കാരണവശാലും സാധ്യമല്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്, ആരെങ്കിലും കുറ്റപ്പെടുത്താനല്ല, ഓരോരുത്തരും സ്വയം ചിന്തിക്കുക, എത്ര വർഷമായി ഞാൻ മജാലിസുകളിൽ പങ്കെടുക്കുന്നു, എനിക്ക് എത്ര കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇൽമിന്റെ ആദാബുകൾ പാലിച്ചുകൊണ്ട് മജാലിസുകളിൽ അടുത്ത മജ്ലിസ് മുതൽ നമ്മൾ പരിശ്രമിക്കുക. പറ്റുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക, അതിനുശേഷം മുറാജഅ ചെയ്യുക. പറ്റുമെങ്കിൽ സഹോദരങ്ങൾ കൂടെ ഇരുന്നുകൊണ്ട് പരസ്പരം ആ മുറാജഅ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെയാണ് നിലനിൽക്കുക. ഷെയ്ഖ് അബ്ദുൽ കരീം അൽ ഖുദൈർ ഹഫളഹുല്ലാഹ് പറയുന്നതായി കേട്ടിട്ടുണ്ട്, ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഏറ്റവും നല്ല രീതിയിൽ 2 വർഷം ഏറ്റവും നല്ല രീതിയിൽ ഒരു ഇൽമ പഠിച്ചു, അവൻ ഇനി ആ വിഷയത്തിൽ ഒരു സംശയവുമില്ല, എന്നിട്ട് 2 വർഷം ആ ഇൽമുമായി അവൻ ബന്ധപ്പെട്ടിട്ടില്ല എങ്കിൽ അത് മൊത്തം അവൻ മറന്നുപോകും. അവൻ ജാഹിലിനെ പോലെയാകും. ആ വിഷയത്തിൽ അവൻ ജാഹിലിനെ പോലെയാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ ഇബാദത്തിലാണ്. നമ്മൾ കേട്ട് കഴിയുന്ന ദർസുകളാണെങ്കിലും ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ ദർസുകളിൽ പങ്കെടുക്കുക. ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാഹ് 20 തവണയിലധികം ഉസൂൽ സലാത്ത് വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഭാഷയിൽ ഇത്രയുള്ള കിതാബ് ഖവായിദുൽ അർബഅ 20-ലധികം തവണ വിശദീകരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി കിതാബു തൗഹീദ് ഏകദേശം 30-ലധികം തവണ വിശദീകരിച്ചു. ഫളുൽ ഇസ്ലാം എത്രയോ തവണ വിശദീകരിച്ചു. കശ്ഫ് ശുബഹാത്ത് 25 തവണയിലധികം വിശദീകരിച്ചു. ഇങ്ങനെയാണവർ. സ്വഹീഹ് മുസ്ലിം 50ഓളം തവണ പഠിപ്പിച്ച അധ്യാപകന്മാർ എത്രയോ ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇൽമ എന്ന് പറയുമ്പോൾ ഒരു കിതാബ് നമ്മൾ കേട്ടു, ഇനി നമ്മൾക്ക് അതിന്റെ ആവശ്യമില്ല. അങ്ങനെയല്ല, നമ്മൾ മുറാജഅ ചെയ്തുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് ഈ പറയപ്പെട്ട ഹദാബുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുക. ഇൽമ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ബാക്കിയുള്ള ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ വരുന്ന ദർസിൽ നമ്മൾക്ക് സൂചിപ്പിക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഹൃദയം ശുദ്ധീകരിക്കുക, നല്ല ഹിമ്മത്തോടുകൂടി പഠിക്കുക, ഖുർആനും സുന്നത്തും പഠിക്കാൻ തയ്യാറാവുക, ഇഖ്ലാസോടുകൂടി ഓരോരോ കാര്യങ്ങൾ പഠിക്കുക, ഇൽമിന്റെ അദബ് ജീവിതത്തിൽ പാലിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുന്നില്ല എങ്കിൽ എനിക്ക് എന്തെങ്കിലും കുറയാനോ അല്ലെങ്കിൽ എന്റെ ഇൽമ പ്രത്യേകിച്ച് അധികരിക്കാനോ കൂടാനോ ഒന്നുമില്ല. ഞാൻ പ്രത്യേകിച്ച് അധികം അറിവുള്ളവനുമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ നഷ്ടമായിരിക്കാണ് നമ്മളിൽ ഓരോരുത്തർക്കാണ്. അതുകൊണ്ട് ആ ഒരു ബോധത്തോടുകൂടി നാം ഓരോരോ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നേരത്തെ ഞാൻ ചോദിച്ചു വെച്ച ഒരു ചോദ്യം, അതിന്റെ മറുപടി നിങ്ങൾക്കറിയോ? അല്ല, ഞാൻ തന്നെ പറയാം. ശരീഅത്തിൽ ആരാണ് അതിഥി? ശരീഅത്തിൽ അതിഥിയെ ബഹുമാനിക്കൽ നിർബന്ധമല്ലേ? അതിഥിക്ക് സൽക്കാരം കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. ആരാണ് അതിഥി? ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ മുഴപ്പിലങ്ങാടുന്ന ഒരാൾ തലശ്ശേരിക്കാരന്റെ വീട്ടിലേക്ക് വന്ന അതിഥിയാണോ? അല്ല. ശരീഅത്തിന്റെ ഭാഷയിൽ അതിഥി എന്ന് പറഞ്ഞാൽ പുറം നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ് അതിഥി. പുറം നാട്ടിൽ യാത്രാ ദൂരത്തിലുള്ള വ്യക്തികളാണ് ശരീഅത്തിന്റെ ഭാഷയിലുള്ള അതിഥി. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ബഹുമാനിക്കുക എന്നുള്ളത് ശരീഅത്ത് വാജിബാക്കിയ കാര്യമാണ്. അങ്ങനെയുള്ള ആൾക്കാർ വന്നാൽ അവരെ ബഹുമാനിക്കണം. അതല്ലാതെ അതൊന്നാമത്തെ നിബന്ധന. രണ്ടാമത്തെ നിബന്ധന എന്താണ്? നമ്മെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം അവൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരാളെ നമുക്ക് പരിചയമുള്ള ഒരാൾ, തിരുവനന്തപുരത്തുള്ള ഒരാൾ, നമ്മൾ ഇതിലൂടെ നടന്നു പോകുമ്പോൾ അവനെ വഴിയിൽ കണ്ടു. അവൻ നമ്മെ ഉദ്ദേശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മോട് പറഞ്ഞിട്ടൊന്നുമല്ല വന്നത്, അവനെ വഴിയിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ ആ സമയത്ത് അവൻ പറയാണ്, ഞാൻ അതിഥിയാണ്. അപ്പൊ അവനെ ബഹുമാനിക്കൽ നിർബന്ധമാണോ? അല്ല. കാരണം നമ്മെ ഉദ്ദേശിച്ചുകൊണ്ട് വന്ന ആൾക്കാർ. അപ്പൊ 2 നിബന്ധനയാണ് ശരീഅത്തിൽ ഒരു വ്യക്തി അതിഥിയാവാൻ. ഒന്ന്,
മൻ ജാഅ മിൻ ഗൈരി ബലദിക, നിന്റേതല്ലാത്ത നാട്ടിൽ നിന്ന് വന്നവനായിരിക്കണം. രണ്ടാമത്തേത് ഖാസിദൻ ലക, നിന്നെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം അവൻ വന്നത്. അതല്ലാത്ത വന്ന ആൾക്കാർക്ക് എന്താണ് പറയുക? സായിർ, അതായത് സന്ദർശകൻ. മനസ്സിലായില്ലേ? ഒരു വ്യക്തി നമ്മുടെ വീട്ടിന്റെ അപ്പുറത്ത് വീട്ടിലേക്ക് വന്നിട്ട് നമുക്കൊന്ന് ഇരിക്കാം, നമുക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അവനോട് ഇപ്പൊ സമയമില്ല എന്ന് പറയാൻ പറ്റൂലേ? പറയാൻ പറ്റും. നേരെ മറിച്ച് ഒരു അതിഥി വന്നിട്ടാണ്, ഒരു അതിഥി നമ്മോട് പറഞ്ഞു നമ്മ ഇങ്ങനെ കോഴിക്കോട് നിന്ന് വരുന്നുണ്ട് അല്ലെങ്കിൽ മലപ്പുറത്തുനിന്ന് വരുന്നുണ്ട്, നമ്മുടെ വീട്ടിലേക്ക് അവൻ വന്നു, അപ്പൊ നമ്മൾക്ക് സമയമില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. മറിച്ച് നമുക്ക് തിരക്കുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ അവനെ കയറ്റി ഇരുത്തിയിട്ട് മാത്രമേ നമ്മൾ പുറത്തേക്ക് പോകാൻ പറ്റുകയുള്ളൂ. കാരണം അത് അതിഥിയോടുള്ള ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമായി പഠിപ്പിച്ചതാണ്. ചില ആൾക്കാരുടെ മനസ്സിൽ ഒരുപക്ഷെ ചോദ്യം ഉണ്ടാവും, നമ്മുടെ വീട്ടിൽ ഒരാക്കിയിട്ട് നമ്മളെങ്ങനെ പുറത്തേക്ക് പോകാം, വീട്ടിൽ സ്ത്രീകളൊക്കെ ഇല്ലേ? അവിടെ പണ്ഡിതന്മാർ മറുപടി പറയുന്നത്, അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുന്ന സാഹചര്യം ഇല്ലെങ്കിൽ പുറത്തേതെങ്കിലും താമസ സൗകര്യം അവർക്ക് ഒരുക്കി കൊടുത്തതിന് ശേഷം മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ. അത്ര പോലും ഒരു അതിഥിയോട് ഇല്ല എന്ന് പറയാൻ ശരീഅത്ത് അനുവാദം നൽകുന്നില്ല. അതുകൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഈ ഹദീസ് നിങ്ങൾ എല്ലാവരും പഠിച്ചവരല്ലേ, അതിഥിയെ ബഹുമാനിക്കണം എന്നുള്ളത്. പക്ഷേ എന്താണ് അതിഥി? ഇങ്ങനെയുള്ള ശരീഅത്തിന്റെ ഇൽമുകൾ നമ്മൾ പഠിക്കണമെങ്കിൽ നല്ല അദബോടുകൂടി ഇരുന്ന് പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വ ബിഹംദി, സുബ്ഹാനകല്ലാഹുമ്മ വ ബിഹംദിക്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.